കോക്രോച്ച് എന്ന് കേൾക്കുമ്പോ മുൻപ് എന്താ ഓർമ്മ വന്നിരുന്നത്? CJPക്ക് മുമ്പ് കോക്രോച്ചിനെ പേടിയാണോ, ഇഷ്ടമാണോ, അതോ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലേ ലൈഫില്? കോക്രോച്ച് മണിപ്പൂർ ഭയങ്കരമായിട്ട് എന്നെ അഫക്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. വോട്ട് ചോറിയുടെ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇഷ വിചാരിക്കുന്ന ക്യാമ്പസിൽ പൊളിറ്റിക്സ് വേണം എന്നാണ് അല്ലേ? സ്റ്റുഡൻസ് റൈറ്റിന് വേണ്ടി വേണം 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 എന്റെ വേണമെന്നാണ്. ഇതിൽ സ്കൂൾ തൊട്ട് വേണം. നമ്മുടെ മാനിഫെസ്റ്റോയിൽ ഒരു പോയിന്റ് ഗോദി മീഡിയ ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു. കേരളത്തിലെ ഗോദി മീഡിയ എന്ന് പറഞ്ഞ സാധനം ജനം ടി വി ആണ്. ശരിക്കും ആന്റി നാഷണൽ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ. എനിക്ക് അംബേദ്കറിന്റെ ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം എല്ലാ ടൈപ്പ് ഓഫ് ഒപ്രഷനെയും ഐഡന്റിഫൈ ചെയ്യുന്നു ആൻഡ് അവരെ എല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ലൈക്ക് BJPയെ കുറിച്ച് എന്താ ധാരണ? എല്ലായിടത്തെയും പോലെ ഒരു റൈറ്റ് വിങ് റിലീജിയസ് നാഷണലിസം പുഷ് ചെയ്യുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി. പിണറായി വിജയനൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയ ഇഷ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യും അടെ? ഞാൻ കൂടുതൽ എനിക്കൊന്ന് ലെഫ്റ്റ് പോളിറ്റിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഇഷ മറിയം ഹാരിസ്. ഇഷയ്ക്ക് ഈ പേര് ഇഷ്ടമാണോ? ഇഷയുടെ പേര് ഇഷ്ടമില്ല. ഇഷ്ടമല്ലേ? എന്താ? അത് ഇഷ എന്നുള്ള പേര് ഗോഡസ്, റൂളർ, പ്രൊട്ടക്ടർ അങ്ങനെ ഒരു ഇതാ. പക്ഷെ എനിക്കൊരിക്കലും ലൈക്ക് എന്റെ പേരിട്ട് ഞാൻ എന്ന വ്യക്തിയായിട്ട് എനിക്കൊരു കണക്ഷൻ തോന്നിയിട്ടില്ല ഇഷ എന്നുള്ള പേര്. പിന്നെ മറിയം ഓൾസോ ഒരു എനിക്ക് അത്ര അഗ്രി ചെയ്യാൻ പറ്റാത്ത ഒരു റിലീജിയസ് ഫിഗറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പേരാണ്. ഹാരിസ് എന്നുള്ള എന്റെ അച്ഛന്റെ പേര്. എന്റെ അത് വരുന്നത് ഒരു പേട്രിയാക്കൽ രീതിയിലാണല്ലോ ആ പേരിന്റെ ഇത് വരുന്നത്. സോ എനിക്ക് എന്റെ പേര് ഇഷ്ടമില്ല. ഞാൻ ആകെ അത് മാറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ അതിന്റെ പകരം ഞാൻ എന്നെ തന്നെ എന്ത് വിളിക്കും എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ആവാത്തത് കൊണ്ട് ആ പേര് കിടക്കുന്നതേ ഉള്ളൂ. ഒരു പേര് ഇതുവരെ ഇഷയ്ക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പേര് കിട്ടിയിട്ടില്ല ഇതുവരെ? എന്താ വിളിക്കാന്നുള്ള? ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് വിളിക്കുമ്പോ ഒരു പേര് കേൾക്കുമ്പോ ഇത് എന്നെയാണ് വിളിക്കുന്നത്, ലൈക്ക് അങ്ങനെ ഒരു സംഭവം തോന്നുന്ന ഒരു പേര് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ മറിയം എന്നുള്ള പേരിനെ കുറിച്ചൊക്കെ പറയില്ല, അപ്പൊ റിലീജിയസ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ? അതൊക്കെ അറിയാവുന്ന ആളാ? റിലീജിയനെ കുറിച്ച്? ബേസിക് കാര്യങ്ങളൊക്കെ. ഞാൻ പേഴ്സണലി ഒരു ഏത്തിയസ്റ്റാ. അപ്പൊ ലൈക്ക് അങ്ങനെ അതിന് അത്രയും ഇത് കൊടുക്കത്തുമില്ല. പിന്നെ ഉം. അപ്പൊ എത്തിസ്റ്റ് ആയതുകൊണ്ട് ഇതിലും മതമൊക്കെ ഉള്ള പേരായതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? ആ, എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ഇഷയ്ക്ക് ഇഷയെ പറ്റി ക്യാരക്ടർ കേൾക്കുമ്പോ ഇഷനെ എന്താ ഒരു പേര്, എന്തോ ഒരു പേര് ഇപ്പൊ ഇഷ ഇട്ട് വിളിക്കുന്നു. ഇപ്പൊ എന്റെ ഒരു പൂച്ചയുടെ പേര് നീമോ എന്നാണ്. അപ്പൊ ഞാൻ ഇഷനെ നീമോ എന്ന് വിളിക്കുകയാണെങ്കിൽ അതില് ജാതി, മതം, ഐഡന്റിറ്റി, രാജ്യം ഒന്നുമില്ലല്ലോ. അപ്പൊ ഇഷയ്ക്ക് അങ്ങനെ ഒരു കണക്ഷനും ഇല്ലാത്ത പേരാ ഇഷ്ടം? ഒന്നിനോടും കണക്ട് അങ്ങനെ എനിക്ക് ചെയ്യാത്ത? നെസസറിലി അങ്ങനില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ പേരില് ഞാൻ എന്താണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേരാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇഷ എന്താ ശരിക്ക്? ഇഷ ആരാ? എത്തിസ്റ്റ് ആണ്. ഒരു പിന്നെ ഏത്തിയസ്റ്റ് ആണ്. പിന്നെ ഞാൻ പറയാം, എന്നെ മനസ്സിലാക്കാൻ മൂന്നും എന്റെ ഒരു ഇതിൽ നമ്മൾ ഒരാളുടെ മോറൽ വാല്യൂസ് മനസ്സിലാക്കുമ്പോൾ അവരുടെ ജസ്റ്റ് അവരുടെ പേഴ്സ്പെക്ടീവ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉം, ആൻഡ് എനിക്ക് ആകെ മൂന്ന് വാല്യൂസേ ഉള്ളൂ. ഉം, ഒന്ന് റാഷണലിസം, ഉം. പിന്നൊന്ന് റെസിപ്രോസിറ്റി, ഒന്ന് ഫ്രീഡം. ഈ മൂന്ന് പോയിന്റ്സ് വെച്ചായിരിക്കും എന്റെ മുന്നിൽ വരുന്ന എല്ലാ മോറൽ ഡിലമാസ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഞാൻ എടുക്കുന്ന ഒപ്പീനിയൻസ്, അതെല്ലാം ഞാൻ ഈ മൂന്ന് സംഭവം വെച്ചായിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആളുകളുടെ ഒരു ഇതെടുക്കാം. ഈ മൂന്നുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇഷേനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറയാം അല്ലേ? അങ്ങനെ ചോദിക്കാം. ഇപ്പൊ ഇഷ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ ഇഷയ്ക്ക് എന്ത് സൂപ്പർ പവറാ വേണ്ടത്? എനിക്ക് ഇൻവിസിബിൾ ആകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ബിക്കോസ് അന്നേരം എനിക്കൊന്നു ആരെങ്കിലും കാണുന്നില്ല എന്നുള്ളപ്പോഴല്ലേ എല്ലാവരുടെയും റിയൽ ഇത് വരത്തുള്ളൂ. അപ്പൊ ഉം, ആൾക്കാർ കാണാത്തപ്പോ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ റിയൽ സംഭവം മനസ്സിലാവും. ഉം. ഇപ്പൊ കേരളത്തിലെ ഇഷ അങ്ങനെ ഒരു സൂപ്പർ പവറുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്ത് കാര്യം ഇവിടുത്തെ കറക്റ്റ് ചെയ്യാ? ഇവിടുത്തെ കറപ്ഷൻ. കറപ്ഷൻ. കറക്റ്റ്, കറപ്ഷൻ ആണ് ഇപ്പൊ ഇഷ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇഷയ്ക്ക് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും പ്രശ്നമായി തോന്നുന്നത് കറപ്ഷൻ ആണ് അല്ലേ? ആൻഡ് ആ കറപ്ഷൻ സൂപ്പർ പവർ വെച്ച് നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നതും പറ്റും. അതാണ്. കറപ്ഷൻ. അതെ, നമ്മൾ നോട്ടിൽ ഇങ്ങനെ ഇതൊക്കെ തേച്ച് അവരുടെ കൈയിന്റെ സാധനം അങ്ങനത്തെ ഒന്നും വേണ്ടാതെ എല്ലായിടത്തും കയറി ചെന്ന് എന്താ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും കയറാം അല്ലേ? കൊള്ളാം, അത് നല്ല ആ, ഐഡിയ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇഷയ്ക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ പോസ്റ്റ് എന്താ? അല്ലെങ്കിൽ വൺ ഓഫ് ദി?
ഈ സി ജെ പിന്നിട്ട ഞാൻ ഈ സി ജെ പിയിലെ ഗ്രൂപ്പിൽ ആക്റ്റീവ് മെമ്പർ അല്ലാതെ ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കൊളാബ് റിക്വസ്റ്റ് ഒക്കെ ഞങ്ങളുടെ ബാക്കി ആൾക്കാരുമായിട്ട് അയക്കുന്നത്. അപ്പൊ ആ വീഡിയോ ആണ് ഏറ്റവും പോപ്പുലർ. അതാണ് ഇട്ടത്. അതിലെന്താ പറഞ്ഞത്? അതിന്റെ കണ്ടന്റ് എന്താ? ഇഷ എന്തായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? അതിന്റെ കോണ്ടന്റ് എന്ന് വെച്ചാൽ ഈ നീറ്റ് എക്സാമിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്നായിരുന്നു ആ വീഡിയോ. ഉം, ഉം. എന്തുകൊണ്ടാണ് പിന്നെ സി ജെ പിയോട് ഇഷ്ടം തോന്നാൻ കാര്യം എങ്ങനെയാ? ഇഷ ആദ്യമായിട്ട് സി ജെ പി എപ്പോഴാ കേൾക്കുന്നത്? എന്തായിരുന്നു ഫസ്റ്റ് നോട്ടീസ് ചെയ്ത സംഭവം? ഞാൻ ഫസ്റ്റ് എനിക്കൊരു ഇൻസ്റ്റയില് എന്റെ ഒരു ഫേവററ്റ് യൂട്യൂബറാണ് മേഘ്നാട് എന്ന് പറയുന്നത്. പുള്ളി ഒരു പൊളിറ്റിക്കൽ കോമന്റേറ്റർ ആണ് ശരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ഒരു ജെൻസീഡ് ലൈവ് സ്ട്രീമർ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നത്തുള്ളൂ. ആൻഡ് നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റുന്ന ലൈക്ക് അലൈൻ ചെയ്യുന്ന പൊളിറ്റിക്സ് ആണ് പുള്ളിൻ്റെത്. അങ്ങനെ എനിക്ക് ആദ്യം മേഘ്നോട് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആരോ ഇങ്ങനെ ഒരു സംഭവം മെൻഷൻ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇത് പോയി നോക്കി. അപ്പൊ ഞാൻ ഒരു മാനിഫെസ്റ്റോ ഒക്കെ നോക്കി, ഓ കൊള്ളാം, സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതി അത് ഞാൻ പോയി രജിസ്റ്റർ ആക്കി. ഉം, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ അന്നേരം വേറെ ഇവിടെ ഞാൻ കാണുന്നില്ല ഈ സംഭവം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ സംഭവം ബ്ലോ അപ്പ് ആയി ഭയങ്കര ഇതിലേക്ക്. എനിക്കറിയാവുന്ന എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ഇതറിയുന്നു, എല്ലാവർക്കും ഇതാവുന്നു. അപ്പോ ഐ ഫെൽറ്റ് ലൈക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ലൈക്ക് ജെൻസീഡിനെ മൊത്തം ഒരു പൊളിറ്റിക്കൽ സംഭവത്തിൽ യുണൈറ്റ് ചെയ്യുക. അപ്പോ ഉം, അത് വേസ്റ്റ് ആയി പോകരുത്. അല്ലെങ്കിൽ ഇപ്പൊ ഫോം ചെയ്യാൻ കുറെ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അത് വേസ്റ്റ് ആയി പോകരുത്. ഈ മൂവ്മെന്റ് എന്നാലും ആ കമ്മ്യൂണിറ്റീസ് വെച്ച് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ്. അപ്പൊ അത് വേസ്റ്റ് ആവരുത് എന്നുള്ളൊരു ആ പെട്ടെന്ന് ഒരു ആദിയിലാണ് ഞാൻ ഈ കട്ട കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്ത് അവിടെ ഓരോന്ന് എല്ലാത്തിലും ലീഡ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഉം. കോക്രോച്ച് എന്ന് കേൾക്കുമ്പോ മുൻപ് എന്താ ഓർമ്മ വന്നിരുന്നത്? സി ജെ പിക്ക് മുമ്പ് കോക്രോച്ചിനെ പേടിയാണോ, ഇഷ്ടമാണോ, അതോ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലേ ലൈഫില്? കോക്രോച്ച് എന്നിട്ട് ഇപ്പൊ കോക്രോച്ച് എന്നേക്കുമ്പോ മനസ്സിൽ വരുന്നത് മറ്റു ജീവിനെയാണോ, നിങ്ങളുടെ മൂവ്മെന്റിനെയാണോ? ഇപ്പോ എന്റെ ഇരട്ടപ്പേരാ കോക്രോച്ച്. എല്ലാവരും ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഇഷ്ടം ഇപ്പൊ അത്? എനിക്ക് പക്ഷേ ഈ മൂവ്മെന്റ് വന്നത് പിന്നെ കുറച്ച് പേടി കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും ഇതിനെ കണ്ട് ഇത് ഭയങ്കര സൂംഡ് ഇൻ ആയിട്ടുള്ള കുറെ ഫോട്ടോസും ക്ലിപ്സും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അത് കണ്ടുകൊണ്ട് ഇപ്പൊ അത്ര ഇതില്ല. അങ്ങനെ അത് ഇഷയുടെ ഇരട്ടപ്പേരായി മാറി അല്ലേ? ആ, ഇഷയുടെ വീട് എവിടെയാ? ഇഷ എന്ത് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 12th കഴിഞ്ഞിപ്പോ ക്ലാറ്റിന്റെ എൻട്രൻസ് കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ വീട് പായിപ്പാട്, തിരുവല്ലയുടെ ചങ്ങനാശ്ശേരിയുടെ നടുക്കായിട്ട് വരും. പഠിച്ചോണ്ടിരിക്കുക അല്ലെ? അപ്പൊ ഈഷയ്ക്ക് എങ്ങനെയാണ് ഇപ്പൊ ഈഷ സംസാരിക്കുന്നതിലൊക്കെ ഒരു ക്ലിയർ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ ഈഷ എപ്പോ മുതലാണ് ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? എനിക്കൊന്നൊരു 10th ഒക്കെ തൊട്ടായിരിക്കും. എന്തൊക്കെയാ ഓർമ്മയുള്ള സംഭവങ്ങൾ? എന്തൊക്കെയാ ഈഷ ശ്രദ്ധിച്ച രാഷ്ട്രീയ സംഭവങ്ങൾ? എനിക്കൊന്നു മണിപ്പൂർ ഭയങ്കരമായിട്ട് എന്നെ അഫക്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. ഉം. ലൈക്ക് ഞാൻ ഓർത്തോണ്ടിരുന്നത്, ഞാൻ അന്നും ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ ഈ ഗവൺമെന്റ് എന്തുമാത്രം കണ്ണടയ്ക്കും എന്നുള്ളത് ഞാൻ എന്റെ ഇപ്പൊ ഗുജറാത്ത് രാജ്യമൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഉം. അന്നേരം ജനിച്ചിട്ട് പോലില്ല. ഉം. ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടത് അതാണ്. ലൈക്ക് മണിപ്പൂർ എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത ഒരു കാര്യം. അതുപോലെ വോട്ട് ചോറിയുടെ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ അതിനപ്പുറത്തൊരു ബേസിക് റൈറ്റ് ഒരു ഡെമോക്രസിയിലുണ്ടോ? റൈറ്റ് വോട്ട് എന്ന് പറയുന്ന സാധനമല്ല. അതെനിക്ക് എന്റെ സ്വപ്നത്തിലൊക്കെ എനിക്ക് രാഹുൽ ഗാന്ധി വന്ന് ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നതായിരുന്നു ഞാൻ സ്വപ്നം കാണുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ഉറക്കമില്ലായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു എന്റെ ഉം. ഒപ്പീനിയൻസിനെ കുറച്ചുകൂടെ ഉം. കുറച്ചുകൂടെ ലൈക്ക് ആ സ്പെക്ട്രത്തിന്റെ എക്സ്ട്രീംസിലോട്ട് പുഷ് ചെയ്ത് നമുക്ക് വേണം പറയാൻ. അപ്പോ ഇഷയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വാർത്താ സമ്മേളനങ്ങള്, രാഹുൽ ഗാന്ധി നടന്ന ഭാരത് ജോഡോ യാത്ര ഓർമ്മയുണ്ടോ രാഹുലിന്റെ? ആ, ഉണ്ട്. ഉണ്ട് അപ്പൊ ഉണ്ട്. അതിലൊക്കെ അതിന്റെയൊക്കെ ആ മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമാവണം തോന്നിയിരുന്നോ? എനിക്ക് ശരിക്കും രാഹുൽ ഗാന്ധിനെ വിശ്വാസമല്ല സത്യം പറയുകയാണെങ്കിൽ. വിശ്വാസമില്ല? ഇല്ല. ആ, എന്തുകൊണ്ട്? അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്കെപ്റ്റിക്കലാ. ബിക്കോസ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരിടത്ത് പോയി പറയുന്ന ഒപ്പീനിയൻ അല്ല വേറൊരിടത്ത് വന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോ പിണറായി വിജയൻ മോശമാണ്, പക്ഷെ നാഷണൽ ലെവലിൽ പോകുമ്പോ ഇവര് അലയൻസും ആണ്. ഇപ്പൊ ഇ ഡി ഒക്കെ വന്നപ്പോഴാണെങ്കിലും ഉം. ലൈക്ക് നേരത്തെ പറയുന്നത് ഇ ഡിനെ യൂസ് ചെയ്യുവാണെന്നാ, പക്ഷെ ഇവിടെ പിണറായി വിജയനെതിരെ ആവുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു ഇതും അങ്ങനൊക്കെ. ഉം.
ഇപ്പൊ വോട്ട് ചോരിയുടെ കാര്യത്തിലൊക്കെ ഇഷ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ രാഹുൽ ഗാന്ധി ഇതിന് ഒരു റിസൾട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് അതിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നോ? അതൊരു വാർത്താ സമ്മേളനത്തിൽ പിന്നീട് അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവാത്തതാണോ നിരാശപ്പെടുത്തുന്നത്? അതിന് ഏതൊരു സംഭവിക്കുന്നു, നമ്മളൊരു ഓർഗനൈസ് ചെയ്യണം മനുഷ്യരെ. അത് ഓർഗനൈസ് ചെയ്ത് അതിനെ സ്പിയർ ഹെഡ് ചെയ്യാൻ പറ്റുന്ന, ലൈക്ക് അത് മൂവ്മെന്റ് ആക്കാൻ പറ്റുന്നതാണ് ഒരു റിയൽ ലീഡർഷിപ്പിന്റെ ഇതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊരു ജേർണലിസ്റ്റ് ചെയ്യേണ്ട കാര്യം വന്ന് ചെയ്തിട്ട് അങ്ങ് പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇഷയ്ക്ക് വേൾഡ് മൊത്തം എടുത്താലും, കേരളം, ഇന്ത്യ, വേൾഡ് ഒക്കെ എടുത്താലും ഇഷനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ലീഡർ ഉണ്ടോ? ഇങ്ങനെ ആയിരിക്കണം ഒരു ലീഡർ, ഇതാണ് ലീഡർ എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ഒരു കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ഇതുണ്ട്. അതിൽ ഐ ആരേക്കാ തിങ്ക് ഇഷയ്ക്ക് കൊള്ളാം, ഇതൊരു ലീഡർ ആണെന്ന് തോന്നുന്നത് ആരേക്കാ? തോമസ് സങ്കാര ഉം, എനിക്കിഷ്ടമാണ്. ഉം, അതുപോലെ സെഗുവേരനെ എനിക്കിഷ്ടമാണ്. പിന്നെന്താ, അംബേദ്കർ, ഉം, ഭഗത് സിംഗിൻ്റെത് പലതും നമുക്ക് എക്സ്ട്രീം ആയിട്ട് തോന്നുമെങ്കിലും അത് ശരിക്കും അത്യാവശ്യം റാഷണൽ ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഉം. അങ്ങനെയാണ്. അപ്പൊ സ്റ്റുഡൻസ് മൂവ്മെന്റിനെ ഒക്കെ എങ്ങനെയാ കാണുന്നത്? SFI, KSU, BJP, MSF, അത്തരം കാര്യങ്ങളെയൊക്കെ എങ്ങനെയാ ഇഷ കാണുന്നത്? അത് ലൈക്ക് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്നില്ല, ബട്ട് സ്റ്റിൽ അതൊക്കെ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്റെ ഈയിടെ നിതിൻ രാജ് എന്നൊരു ചേട്ടനൊക്കെ മരിച്ചില്ലേ, അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു സ്റ്റുഡന്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി തിങ്സ് വുഡ് ഹവ് ബിൻ ഡിഫറെന്റ് എന്ന് എനിക്ക് തോന്നി. ലൈക്ക് ക്യാമ്പസ് അവിടൊക്കെ രാഷ്ട്രീയത്തിന് അപ്പൊ അങ്ങനെ പ്രസക്തി ഉണ്ടെന്ന് ഇഷ വിചാരിക്കുന്ന? ക്യാമ്പസിൽ പൊളിറ്റിക്സ് വേണമെന്നാണ് അല്ലേ? സ്റ്റുഡൻസ് റൈറ്റിന് വേണ്ടി വേണം വേണം വേണം, എന്റെ വേണമെന്നാണ്. ഇതിൽ സ്കൂൾ തൊട്ട് വേണം. സ്കൂള് തൊട്ട് വേണം, പഴയതുപോലെ കാരണം പണ്ടത്തെ പോലെ. നമ്മൾ സ്കൂൾ കഴിഞ്ഞ ഉടനെ വോട്ട് ചെയ്യാൻ പോകുന്നത്, കോളേജ് കഴിഞ്ഞ ഉടനെ അല്ല. സ്കൂളിൽ കൂടെ പോളിറ്റിക്സ് എന്താന്ന് മനസ്സിലാക്കി ഒരു ഒപ്പീനിയൻ ഇല്ലാതെ ഉം, നമ്മൾ വോട്ട് ചെയ്യാൻ ഒപ്പീനിയൻ ഇല്ലാതെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ലൈക്ക് ഭയങ്കര നമ്മൾ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ഇതിനങ്ങ് നമ്മൾ വോട്ട് ചെയ്യാം, ആ ഒരു ഫീലിന്. സോ സ്കൂളിൽ കൂടെ നല്ല പൊളിറ്റിക്കൽ ആയി, ലൈക്ക് അതിനെപ്പറ്റി നല്ല ചിന്തകളും നമ്മുടെ തന്നെ ആർഗ്യുമെന്റ്സ് ടെസ്റ്റ് ചെയ്ത് നല്ലൊരു ഒപ്പീനിയൻ ഫോം ചെയ്ത് നമ്മൾ കറക്റ്റ് 18 ആവുമ്പോഴത്തേക്ക് ഒരു നല്ല വോട്ടർ ആവാൻ ഇതാവണം എന്നാണ് എന്റെ ഒരു ഇത്. ഇഷ CJP യെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു മൂവ്മെന്റ് എന്നാണ് പറയുന്നത്, അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടി എന്നൊന്നും നിങ്ങൾ ആരും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. ഇപ്പോൾ SFI, KSU അല്ലെങ്കിൽ ഇത്തരം പിന്നെ വിദ്യാർത്ഥി സംഘടനകളെ റീപ്ലേസ് ചെയ്യാൻ CJPക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ? CJPയുടെ റോൾ എവിടെയായിരിക്കും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ? ഞാൻ ആക്ച്വലി CJP ഇപ്പൊ ഒരു SFI KSUവിന്റെ ഒക്കെ ഇരുന്ന് വെച്ചാൽ അവരൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. പക്ഷെ CJPക്ക് അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ല. ഇത് എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബബിൾ എന്നുള്ള രീതിയിലാണ് സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ നിൽക്കുന്നത്. നമ്മളാണെങ്കിലും കംപ്ലീറ്റ് എന്തുവാ ബ്ലൈൻഡ് ഫെയ്ത്ത് ഒന്നും CJP വെക്കുന്നില്ല. ഐ തിങ്ക് ഈ മൂവ്മെന്റ് ശരിക്കും SFI KSU പോലുള്ളവർ ഇതിനകത്ത് ഭാഗമായി അവർ കൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ആരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്, ആ മനുഷ്യരെല്ലാം ആണ് ഇതിനകത്തുള്ളത്. സോ അവരുടെ ആവശ്യങ്ങൾ ആണെങ്കിൽ ഇവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇഷയ്ക്ക് തോന്നി, ഇപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു ഈ നീറ്റ് വിഷയമൊക്കെ വന്നപ്പോ, ഇപ്പൊ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിട്ട് ഒരു പാർട്ടി ബേസ് ഉണ്ടല്ലോ, അപ്പൊ പുള്ളി ഇത് വോട്ട് ചോരി പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പോലെ, ഭാരത് ചോഡോ യാത്രയൊക്കെ പോലെ ഇതൊരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആക്കി എടുത്ത് അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ CJP ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ലേ? ഉം. ഉം. അത്തരത്തിലല്ലേ And I ശരിക്കും think റിവേഴ്സ് പ്രോസസ് അല്ലേ നടക്കേണ്ടത്? ഇപ്പൊ SFI ആണ് അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആൻഡ് ഈ സ്റ്റുഡന്റ് യൂണിയൻസും സ്റ്റുഡൻസും തമ്മിൽ ഭയങ്കര ഒരു ഡിസ്കണക്ട് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ഏത് ഇവര് തരത്തിൽ? ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തുമ്പോഴും ഉം, ഇത് ഞങ്ങൾക്ക് അതിനകത്തൊരു സേ ഇല്ലാത്ത പോലെ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് ഞങ്ങൾക്ക് ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങളുടെ സ്കൂളില് ഒന്നും ഇങ്ങനെ സ്റ്റുഡന്റ് യൂണിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഇവരെ എവിടെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പൊ CJPയുടെ കാര്യം എടുക്കണം, നമുക്കറിയാം ഇവരുടെ വെബ്സൈറ്റിൽ പോവാ, രജിസ്റ്റർ ചെയ്യുക, നമ്മൾ കോക്രോച്ച് ആയി എന്നുള്ളത്. ഉം, പക്ഷെ ഇവരുടെ യൂണിയനിൽ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണമെന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പൊ പക്ഷെ ഇവർ SFIയിൽ നമ്മുടെ ചേരണമെങ്കിൽ കാര്യം, എന്താ ചെയ്യേണ്ടതെന്ന് ഇഷയ്ക്ക് അറിയില്ല. SFIയിൽ ചേരണമെങ്കിൽ എന്ത് ചെയ്യണം, KSUയിൽ ചേരണമെങ്കിൽ എന്ത് ഞാൻ ചെയ്യണം എന്ന് എസ് ഇഷയ്ക്ക് എഫ് അറിയില്ല. ഐയിൽ ചേരാൻ നോക്കിയിട്ടുണ്ട് ആക്ച്വലി നേരത്തെ. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടി ഇത് ആരുടെ അടുത്ത് പറയണമെന്ന്. ആരെ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് ആരെ കോൺടാക്ട് ചെയ്താലാണ് ഒരു യൂണിയനിൽ കയറാൻ പറ്റുക എന്നുള്ളത് പലർക്കും അല്ല മിക്കവർക്കും അറിഞ്ഞൂടാ. അപ്പൊ സ്റ്റുഡൻസ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ശരിക്ക് ആരെയെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ആരോടാ ഇപ്പം സംസാരിക്കുന്നേ?
പ്രശ്നങ്ങളുണ്ടോ? എന്തൊക്കെയാ നിങ്ങളെ ശിവൻകുട്ടി സാർ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? മന്ത്രിയായപ്പോ ശിവൻകുട്ടി സാർ മന്ത്രിയായപ്പോ ഞങ്ങൾക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ഉള്ളായിരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ലൈക് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഉം. ഇതിപ്പോ വിഷയമായാലും നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു സംഭവം ശരിക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവർക്കും ഈ കേരള സിലബസിൽ പഠിച്ച പിള്ളേർ മുഴുവൻ അറ്റ് വൺ പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവര് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ തമാശക്കാണെങ്കിലും നോക്കിക്കോ ഞാൻ ശിവൻകുട്ടി സാറിന് കത്തെഴുതും എന്നുള്ള രീതി, ഇവരിങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മള് അങ്ങനെ ഒരു യൂണിയനൈസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം നമുക്കറിയാം ഗവൺമെന്റ് നമ്മുടെ സപ്പോർട്ടാണെന്ന്. ഉം. പക്ഷെ ഇപ്പം ഇപ്പൊ ഇനി അടുത്ത എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ വരുന്ന ആള് അപ്പൊ ഒത്തിരി പേര് വിഷമമുള്ളവരുണ്ട് ആക്ച്വലി ഈ ശിവൻകുട്ടി സാർ തോറ്റതില്. പിള്ളേര് വിഷമമുള്ളവരുണ്ട്. അത് ശരി. ബിക്കോസ് പിള്ളേരോ? നമുക്ക് അങ്ങനെ ഒരു അപ്പൊ നമ്മള് ഇപ്പൊ ജനറലി പറയുമല്ലോ, ഇപ്പൊ ജെൻസി വേറെ എന്തോ ഭയങ്കര വേറെ വേൾഡിൽ ജീവിക്കുന്നവർക്ക് മുതിർന്ന ആളുകളുടെ ലോകം നമുക്ക് ഭാഷ മനസ്സിലാവുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ ഇല്ലേ ശരിക്ക്? ഇപ്പൊ ജെൻസി എന്ന് പറയുന്നത് നിങ്ങൾ ആളുകളുമായിട്ട് കണക്ട് ആവുന്നത് പ്രായം വെച്ചല്ല അല്ലേ ശരിക്ക്? എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു ലോകം, പല പല ഗ്രൂപ്പുകളുണ്ടല്ലോ. ഞങ്ങൾ ഇവരുടെ ലോകത്തുനിന്ന് ഡിസ്കണക്റ്റഡ് അല്ല. ഇവരാണ് ഞങ്ങളുടെ ലോകത്തുനിന്ന് ഡിസ്കണക്റ്റഡ്. ഇവരുടെ ലോകം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഉം. അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ലോകം കൂടെ ഉണ്ട്. ഉം. പക്ഷെ ആ ലോകത്തിനെ പറ്റി ഇവർക്ക് അറിയത്തില്ല എന്നുള്ളു. അപ്പൊ ഇവർ ഓർക്കുന്നത് ഈ പിള്ളേർ എന്തേ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഏതാ നിങ്ങളുടെ ആ സീക്രട്ട് ലോകം എന്താ? ഏതാണ് ആ പാരലൽ ലോകം എന്താ? അവിടെ എനിക്ക് എന്താ തോന്നുന്നു നടക്കുന്നേ? ലോകം നല്ലൊരു ശതമാനം ഓൺലൈനാണ്. ഉം. ഈ സ്കിബിഡിയുടെ ഒക്കെ ഒരു ലോകം, ഉം. അല്ലെങ്കിൽ സ്ലേകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരുടെ എടുത്തോട്ട് എത്താൻ, അല്ലെങ്കിൽ ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്ന പല കോണ്ടന്റ്, ഉം. അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ട്രെൻഡുകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ്സ്, മോറൽ സ്റ്റാൻഡേർഡ്സ് ആയാലും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആയാലും അത് ഇവരുടേതുമായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആണ്. സോ ഞങ്ങൾ ഇവരുടേത് കാണുന്നു, ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ ഞങ്ങൾ മേ ബി അതിനകത്ത് ഒരു പാർട്ടാവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങളത് കാണുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഞങ്ങളത് കാണുന്നു പോലും ഇല്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ആക്സസ് ചെയ്യാൻ അറിയത്തില്ല ഞങ്ങളുടെ ലോകം. ഉം. അപ്പൊ അങ്ങനെ എനിക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണോ, അതോ സബ്ജക്റ്റ് ആണോ? എന്താ നമ്മൾ ആ ഡിസ്കണക്ട് ജനറലി എവിടെയാ വരുന്നേ? ഇപ്പൊ നമ്മൾ ജൻസി കൾച്ചർ എന്ന് പറയുന്ന സാധനത്തിൽ ഐ തിങ്ക് ഒരു വലിയൊരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു ലെവൽ വരെ ലാംഗ്വേജസ് ഇമ്പോർട്ടന്റ്. ഉം. അതല്ലാതെ ആശയപരമായിട്ടും ഒരു ഡിസ്കണക്ട് ഉള്ള പോലെ തോന്നുന്നു. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ആരെങ്കിലും പരിഹരിക്കണം അല്ലെങ്കിൽ സ്റ്റുഡന്റ് യൂണിയൻ ഇടപെടണം അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ല വിഷയം എന്താ? ശരിക്കും ജെൻസിയുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എനിക്ക് തോന്നുന്നു ജൻസിയിൽ ഞാൻ മേ ബി ഇനി എന്നെ പോലത്തെ ആൾക്കാർ മാത്രമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് ജെൻസി ഇപ്പം എനിക്ക് തോന്നുന്നു എന്റെ പേരൻസിന്റെ ഒക്കെ ജനറേഷൻ, ഇപ്പം മാമിന്റെ ഒക്കെ ജനറേഷൻ വരെയും ഒരു ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ലോകത്തായിരുന്നായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ജീവിക്കുന്നത് ഒരു നല്ലതായ ലോകം മോശമായിക്കൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടല്ലേ കൊച്ചിലെ തൊട്ട്. ഉം. എല്ലാം പ്രോഗ്രസീവ്ലി വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. ഉം. അപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്ലോബലി എക്സാമ്പിൾ എന്താ? അതിന്റെ എക്സാമ്പിൾ എന്താ? ഇപ്പം അമേരിക്കയിൽ അബോർഷൻ റൈറ്റ്സ് റോൾ ബാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സെക്യുലർ ക്ലൈമറ്റിൽ നിന്ന് ഒരു ആന്റി സെക്യുലർ ക്ലൈമറ്റിലോട്ട് പോകുന്നത്, വോട്ടുകൾ പോകുന്നു, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലാണെങ്കിലും യുദ്ധങ്ങൾ കൂടുന്നു, ഉം. ജനോസൈഡ് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഉം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ, ഉം. ആൻഡ് ഓൾസോ ജെൻസീഡ് ആണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഡെറ്റ് ഉള്ള ജനറേഷൻ. ലൈക്ക് ഉം. ഉം. അവർ കേറുമ്പോഴേ കടം ഇൻഹെറിറ്റ് ചെയ്യുവാണ് അതെ. അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ നേരമേ. ഉം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഈ ലോകത്ത് ഒരു രാജ്യം എന്നല്ല, എല്ലാ രാജ്യങ്ങളിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് നമുക്ക് ഒരു സോർട്ട് ഓഫ് ആപ്പത്തി ഡെവലപ്പ് ചെയ്യും. ആൻഡ് പലപ്പോഴും എനിക്ക് തോന്നി ഏ പൊളിറ്റിക്കൽ എന്ന ആൾക്കാർ പറയുമ്പോൾ അവർ ശരിക്കും, എനിക്ക് ഒരുപാട് പേരെ അറിയാം, അവർക്ക് ഈ സാധനങ്ങൾ പ്രോസസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൻസൈറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ എൻഗേജ് ചെയ്യാത്തവരാണ് ഉം. കുറെ പേര്. അവർക്ക് വയ്യ, ഇത് സഹിക്കാൻ വയ്യ. ലൈക്ക് ഇതെല്ലാം കൂടെ ഭയങ്കര ഓവർലോഡായി നമ്മള് ഓവർവെൽഡ് ആയി പോകുന്ന ആ ഒരു അവസ്ഥ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇഷ ജൻസിയുടെ. സോ ഈ മേ ഒരു ബി സാഹചര്യത്തിൽ അതുകൊണ്ടാണ് എന്ത് തരം ഇടപെടലാണ് അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഇതിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു നമ്മളിതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം. നമ്മളിത് ഇമോഷണലി ഒത്തിരി അഫക്റ്റ് ചെയ്യാതെ, എന്നാൽ നമ്മൾ ഭയങ്കര ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതിലും ബെറ്റർ നമ്മൾ രണ്ടിനിടെ ഒരു മിഡിൽ പാത്ത് കണ്ടുപിടിക്കണം. ഉം. നമ്മള്
മീൻ പകൽ ഇപ്പൊ നമ്മൾ യൂണിയനൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ വൈകിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടേതായ ടൈം കണ്ടെത്തി സന്തോഷത്തിനും ഒരു സ്പേസ് കൊടുക്കുക. ഉം. ഇപ്പൊ ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പല നിലപാടെടുക്കുന്നുണ്ട്, പല സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കും. ഇപ്പൊ ടിവിയിൽ ന്യൂസ് ഒക്കെ എപ്പോഴെങ്കിലും വെച്ച് നോക്കി എപ്പോഴും ഇതിനെക്കുറിച്ച് ആളുകൾ, പൊളിറ്റീഷ്യൻസും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങളെ തൃപ്തിപ്പെടുത്താത്ത? എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്ത് തരം റെസ്പോൺസാ ശരിക്കും മുതിർന്ന ആളുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഈ വിഷയങ്ങളിലൊക്കെ? അവര് നമുക്കത് പെർഫോമറ്റീവ് ആയിട്ട് തോന്നുന്നു. ഉം, എനിക്ക് പേഴ്സണലി തോന്നുന്നു ഉം, ഉം, ഇവർ സോളിഡാരിറ്റി പറയുമ്പോഴും ആ സോളിഡാരിറ്റി കൊണ്ട് പ്രത്യേകിച്ച് ഓൺ ഗ്രൗണ്ട് ഒന്നും മാറുന്നില്ല. ഉം, ഇവർക്ക് പറയുമ്പോൾ ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയെങ്കിലും പക്ഷെ അത് അവിടെ കഴിഞ്ഞു. ഇവര് പിന്നെ പാർലമെന്റിൽ പോയി എന്തെങ്കിലും ചെയ്യുവോ, ഉം, അല്ലെങ്കിൽ അതിനൊരു പ്രഷർ ഇടുന്നില്ല. ഇവർ ആസ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ലെജിസ്ലേഷനിൽ ഭാഗമായിട്ടുള്ളവർ എന്നുള്ള രീതിയിൽ ഇവരൊരു പ്രഷർ ഇടാത്ത പോലെ തോന്നുന്നു. ഉം. ഇപ്പൊ വിഷയങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടായിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടായി കാണുന്നില്ല അല്ലെ? റിസൾട്ട് കാണുന്നില്ല, ഒന്നിനും ഒരു പരിഹാരം കാണുന്നില്ല. ഇതിലൊക്കെ ഇങ്ങനെ കുറെ സത്യസന്ധത ഇല്ലാത്ത പോലെ വാർത്തകൾക്ക് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നതായിട്ട് തോന്നുന്നു അല്ലെ? അപ്പോ ഈ ആക്ടിവിസത്തെ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ആക്ടിവിസം സാധ്യമാണോ? എങ്ങനെയാ ഈഷ്യ അതിനെ കാണുന്നത്? ഇപ്പൊ CJP ഇപ്പൊ ഈ ആക്ടിവിസം മുഴുവൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണല്ലോ. ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ഈ ആക്ടിവിസം? എന്റെ ഒരു ഇതിൽ ഞാൻ ആക്ച്വലി ഓൺലൈൻ മാത്രം ആക്ടിവിസം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഒതുങ്ങുന്നതിനോട് അഗ്രി ചെയ്യുന്ന ഒരാളല്ല. എന്നിട്ടും ഞാൻ CJPയുടെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യുന്നത് കുറച്ചുകൂടെ ആക്സസിബിൾ ആൻഡ് ഈസി ആക്കി കുറെ പേർക്ക്. സോ അവർക്ക് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തല്ലോ, ഇനി നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാം. പക്ഷെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളൊരു വലിയ കാര്യമായിരുന്നു പലർക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ CJPനെ ഇത്ര അധികം എൻഡോഴ്സ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പേഴ്സണലി നമ്മൾ ഓൺ ഗ്രൗണ്ട് ഇറങ്ങി ചെയ്താലേ ശരിക്കും ഒരു എഫക്റ്റ് വരുള്ളൂ. ലൈക്ക് ഇതിന് എഫക്റ്റ് ഇല്ലെന്നല്ല, ബട്ട് സ്റ്റിൽ ഒരു നമ്മൾ കുറച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു എന്തെങ്കിലും ഒരു സംഭവം നടക്കണമെങ്കിൽ നമ്മൾ താഴേന്ന് ഇറങ്ങി തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാൾ. ഉം. അടുത്ത കാലത്ത് ഇഷ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഒരു ആക്ടിവിസം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ചെയ്യുന്ന? കൊള്ളാൻ തോന്നി? ഇപ്പൊ തന്നെ എനിക്കൊന്ന് കുറെ നടക്കുന്നുണ്ടെന്ന്. ഉം. ഇപ്പൊ റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും മീഡിയ കവറേജ് കിട്ടുന്നില്ല. എന്തൊക്കെ എക്സാമ്പിള്? എനിക്കൊന്ന് നോയിഡയില് ഉണ്ടായിരുന്നു, ഉം. ഒരു വർക്കേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ കുറെ ഇടങ്ങളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ആക്ച്വലി അപ്പൊ എനിക്ക് പോലും മീഡിയൻ അത് എങ്ങനെയാ? അറിഞ്ഞൂടാ. അതെ, അവിടെയാണ് ഈ റൈറ്റ് വിങ് എനിക്ക് മീഡിയയുടെ ഒരു സ്പേസ് ഉം, വരുന്ന അവിടെയാണ്. അപ്പൊ ഇത്തരം സാധനങ്ങളൊന്നും ശരിക്കും നാഷണൽ മീഡിയയിലൊന്നും ഒരു കവറേജും കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ റൈറ്റ് ഉം. വിങ് പൊളിറ്റിക്സും റൈറ്റ് വിങ് മീഡിയയും ഒക്കെയാണ് ഈ കാര്യങ്ങൾക്ക് ഒരു വിസിബിലിറ്റി. അതിനെ എങ്ങനെയാ കാണുന്നത്? ഇപ്പം മീഡിയൻ എങ്ങനെ കാണുന്നു? മീഡിയന്ന് നമ്മൾ ഓൾറെഡി കുറച്ച് സ്കെപ്റ്റിക്കൽ ആണെങ്കിലും നോർത്തിലോട്ടൊന്നും പോകുമ്പോൾ നമ്മൾ സ്കെപ്റ്റിക്കൽ പോയല്ലേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കോമഡി ഷോ ആണെന്ന്. അപ്പൊ നമ്മൾ ആ ഒരു ഇതില് എടുക്കുന്നുള്ളൂ. ലൈക്ക് മീഡിയ, ഐ ഡോണ്ട് നോ, മീഡിയ ഇപ്പൊ റെലവെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ജെൻസിയുടെ ഇടയിൽ മീഡിയ അത്ര റെലവെന്റ് അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഉം. ലൈക്ക് ട്രഡീഷണലി TV കൂടെ വരുന്ന ചാനൽസ് ഉം. അങ്ങനെ. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ അങ്ങനെ ന്യൂസ് ചാനൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് ന്യൂസ് എടുക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെയല്ലേ കിട്ടുന്നത്. എന്റെ സോഴ്സസ് ഡിഫറെന്റ് ആണ്. എന്റെ പല ഫ്രണ്ട്സിന്റെ സോഴ്സസ് ഡിഫറെന്റ് ആണ്. ഉം. സോ അതെനിക്ക് എന്താ അങ്ങനെ നിങ്ങളുടെ സോഴ്സ്? എന്താ തോന്നുന്നു. വാർത്തയുടെ സോഴ്സ് എന്താ ശരിക്കും? നമ്മള് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഈ ഇൻഡിപെൻഡന്റ് ജേർണലിസം ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. നമ്മൾ അവരെ കൂടുതൽ ആശ്രയിക്കും. അല്ലെങ്കിൽ വേറെ തരത്തിൽ ജേർണലിസ്റ്റ് അല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നേച്ചർ കാര്യങ്ങൾ ചെയ്യുന്ന എന്നാൽ ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഉം. അങ്ങനെ. അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഓക്കെ. ഇപ്പൊ ഈ CJP ഒരു മൂവ്മെന്റ് ഉണ്ടായി, ഇഷ എന്തോ കാര്യം കൊണ്ട് കേരളത്തിൽ അതിന്റെ വലിയ സ്ട്രോങ് ഫേസ് ആയി മാറി, എല്ലാ മീഡിയയിലൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഇഷയ്ക്ക് നേരെ വലിയ അറ്റാക്കും ആക്രമണങ്ങളും സൈബർ സ്പേസിലും അല്ലാതെയൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഇഷ അനുഭവിച്ചത്? എനിക്ക് ഞാൻ ആക്ച്വലി എന്നെ ഇമോഷണലി ഒരുപാട് അഫക്ട് ചെയ്തത് ഞാൻ പറയത്തില്ല. ആ ഒരു സമയത്ത് എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഓവർവെൽമെന്റ് ആങ്സൈറ്റി ഉണ്ടല്ലോ. ആ ഒരു സംഭവം അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഡിസ്റ്റൻസ് ഇടുന്നു എന്നുള്ള ലൈക്ക് അതായിരുന്നു എന്നെ ശരിക്കും ഷോക്ക് ചെയ്തത്. ലൈക്ക് നമ്മുടെ കൂട്ടത്തിൽ നടന്ന് നമ്മുടെ കൂടെ നമ്മൾ ഈ കൂടെ ഉണ്ട് ഉറങ്ങി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ആൾക്കാര് ഇത് വരുമ്പോ ഓ മൈ ഗോഡ് അവർക്ക് ആന്റി നാഷണൽ അലിഗേഷൻസ് ഉള്ളതാ, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടേക്കാം എന്നുള്ളൊരു
സംഭവം എനിക്ക് ഫീൽ ചെയ്തു കുറെ ആൾക്കാരുടെ അടുത്തുനിന്ന്. ഹോപ്പ് ലൈക്ക് എന്തുവാ, ഫോർച്ചുനേറ്റ്ലി എന്റെ ഏറ്റവും ക്ലോസസ്റ്റ് സർക്കിളിലുള്ള ആരും അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. ഏറ്റവും നമ്മുടെ ഏറ്റവും ഇതായിട്ടുള്ള ആൾക്കാർ ആരും അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ കുറെ പേര് അങ്ങനെ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് എനിക്ക് അപ്പൊ എനിക്ക് ഞാൻ ആദ്യം ശരിക്കും ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണല്ലോ, ഇത് റൈറ്റ് വിങ് ആണ്, ഇവർ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുക. പക്ഷെ ഒരു സമയം കഴിഞ്ഞാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ഈ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നത് ആക്ച്വലി നോർമൽ അല്ല. ഇത് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് അനുഭവിക്കേണ്ടി വരേണ്ടതാണ്. അല്ലാതെ ഇതൊരു സാധാരണ സംഭവമല്ല. ഒരു മനുഷ്യൻ ക്രിട്ടിസൈസ് ചെയ്താൽ ഉടനെ അവർ ആന്റി നാഷണൽ ആയിട്ട് ലേബൽ ചെയ്യുന്നത് ഒരു നോർമൽ സംഭവമേ അല്ല. പക്ഷെ നമ്മൾ അതിനോട് എന്തുമാത്രം ഡീസെൻസിറ്റൈസ്ഡ് ആണ്, അത് എന്തുമാത്രം നോർമലൈസ്ഡ് ആണ് നമ്മുടെ രാജ്യത്ത്. ഇത് അ- എനിക്കൊന്നൊരു ഓവേറിയൻ വിൻഡോ അങ്ങനെ എന്തൊരു സംഭവമില്ലേ, ലൈക്ക് ഓവർടൺ വിൻഡോ എന്നൊരു സംഭവമില്ലേ. അപ്പോ അന്നേരം ഞാൻ അതിനെപ്പറ്റി ഞാനത് എവിടോ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാ. അപ്പൊ പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു, ലൈക്ക് നമ്മളുടെ ഓവർടൺ വിൻഡോ എന്തുമാത്രം ഷിഫ്റ്റ് ആയി പോയിരിക്കുന്നു. ലൈക്ക് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ ആ ഒരു ബേസ് ലൈൻ എന്തുമാത്രം ഇവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ലൈക്ക് ഏറ്റവും എക്സ്ട്രീം സാധനം പോലും നമ്മൾ ഡീസെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഉം. കേരളത്തിൽ ഒരുപാട് പേര് ഇതിൽ ഒപ്പീനിയൻ പറഞ്ഞു, ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇതിലിറങ്ങി. പക്ഷെ ഇഷേനെയാണ് പ്രധാനമായിട്ടും അവർ ടാർഗറ്റ് ചെയ്ത ആന്റി നാഷണൽ എന്ന് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചോ? എന്തായിരുന്നു അതിന്റെ റീസൺ? എനിക്ക് തോന്നുന്നു ഞാനൊരു ഈസി ടാർഗറ്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ഏത് ഡിഫെയിം ചെയ്യാൻ തരത്തിൽ? എളുപ്പമുള്ള ഏത് തരത്തിൽ? ഉം. ഏത് തരത്തില്? ആ, ഒന്ന് ഞാൻ ജനിച്ച റിലിജൻ, രണ്ട് ആ ആ ഒരു ഞാൻ ജനിച്ച ഫാമിലിയുമായിട്ടുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം. അത് ശരിക്കും ആർബിട്രറി ആണ്, അത് എല്ലാവർക്കും അറിയാം. ലൈക്ക് എനിക്കതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ ജനിച്ചു പോയി. പക്ഷെ സ്റ്റിൽ ആ ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു സാധനത്തിനെയും അവർക്ക് അസോസിയേറ്റ് ചെയ്ത് അത് ഫ്രെയിം ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഇതാക്കി കൊടുക്കുക. ഉം, ഉം, അപ്പോ എനിക്ക് തോന്നുന്നു വേറെ ഞങ്ങളുടെ സ്പോക്സ് പേഴ്സൺസ് വേറെ ഉണ്ടായിരുന്നു. ഉം, പക്ഷെ ഏറ്റവും കൂടുതൽ പോയത് ഞാനാണ്. ഉം, ഞാൻ കോൺസ്റ്റന്റ്ലി ഒരു ഈസി ടാർഗറ്റ്, കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുള്ള ഒരാളെ ഉം, അങ്ങനെ. ഉം. ഇപ്പൊ വാർത്തകളൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇഷ പറഞ്ഞത് കറക്റ്റാ. ഞാൻ ഇഷയ്ക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാനാ ഞാനത് ചോദിച്ചത്. ഇഷ പറഞ്ഞത് വളരെ കറക്റ്റാ. ഇഷനെ ടാർഗറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഒരു റീസൺ ഉണ്ടായിരുന്നു, ഒരു റിലീജിയൻ റീസൺ ഉണ്ടായിരുന്നു. അപ്പൊ ആന്റി നാഷണലിസ്റ്റ് ആക്കാം, തീവ്രവാദിയാക്കാം, അങ്ങനെ ഭയങ്കര എളുപ്പത്തിലാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം എന്താ തോന്നിയത്? പിന്നെ അത് ഓക്കെ പ്രശ്നമെല്ലാം തോന്നിയോ? അതോ കേസ് കൊടുക്കണം തോന്നിയോ? എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഇതിനോട് എന്നാ തോന്നി? ഇതിനൊരു അവസാനം വേണമല്ലോ. ഇപ്പൊ ഇഷ ആദ്യത്തെയോ അവസാനത്തെയോ ആളല്ലല്ലോ ഇത് അനുഭവിക്കുന്നത്. എത്രയോ ഒരു ചെയിൻ ആണ്, അതിലൊരാളാണല്ലോ ഇഷ. അപ്പൊ എന്ത് ചെയ്യണം എന്നാ തോന്നി? എങ്ങനെ ഇതിനെ നേരിടണ്ടേ? ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്ത ഒരു നോർമൽ കാര്യം പോലെ ആയിരുന്നു ആദ്യം ഞാൻ ഇന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ടിപ്പിക്കൽ കാര്യം പോലെ. അന്നേരമൊക്കെ അങ്ങനെ കേസ് കൊടുക്കണം അങ്ങനൊന്നും ഇതായില്ല. കുറച്ച് കഴിഞ്ഞ് ഇത് നോർമൽ അല്ല ഇഷ്യെന്ന് എനിക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഹിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മാനിഫെസ്റ്റോയിൽ ഒരു പോയിന്റ് ഗോദി മീഡിയ ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു. ആൻഡ് ഇപ്പം എനിക്കതിന് ഇതൊരു അവസരമായിട്ട് എനിക്ക് കാണാം. കാരണം കേരളത്തിലെ ഗോദി മീഡിയ എന്ന് പറയുന്ന സാധനം ജനം ടി വി ആണ്. ആൻഡ് ഈ ജനം ടി വി ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്, അതെനിക്ക് വേണമെങ്കിൽ ഒരു ഒരു ഊണോ റിവേഴ്സ് പോലെ എനിക്കത് തിരിക്കാൻ പറ്റും. കാരണം ഇതിപ്പോ ഗോദി മീഡിയ ഇന്ന് ചെയ്തു, നാളെ ഇത് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ വേറൊരാളുടെ അടുത്ത് ഇത് കാണിക്കാതിരിക്കാൻ എനിക്ക് ഇവരുടെ ലീഗൽ ആക്ഷൻ എടുക്കാം, ഇതൊരു ക്യാമ്പയിൻ ആക്കി മാറ്റാം. ഉം. ഗോദി മീഡിയ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് അല്ലാത്ത മീഡിയ, ബയസ്ഡ് ആയിട്ട് ശരിക്കും ആന്റി നാഷണൽ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ, ആ അങ്ങനെ ഒരു സംഭവത്തിന് എതിരെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലേക്ക്. ഇനി നാളെ ഇവരിത് വീണ്ടും ഒരു തവണ കൂടെ ചെയ്യരുത്. കാരണം നാളെ ഇവരിത് വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ രാജ്യം കൂടുതൽ ഫാഷിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്, കൂടുതൽ അതോറിറ്റേറിയൻ ആയിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ളത്. സോ എന്റെ ഒരു ചെറിയ രീതി ഓഫ് റെസിസ്റ്റൻസ് പോലെ ഇവരെ ഞാൻ റെസിസ്റ്റ് ചെയ്താൽ ആ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ കേരളത്തിലെ ഒരു CJP ഗ്രൂപ്പ്, അവിടെ എവിടെയെങ്കിലും വിഷയം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചോ? അപ്പൊ നിങ്ങൾ നീറ്റ് പോലത്തെ ജനറൽ വിഷയങ്ങളല്ലാതെ ഇത്തരം വിഷയങ്ങളും കൂടെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണോ? ഇതൊക്കെ നിങ്ങളുടെ ഒരു ലിസ്റ്റിലൊക്കെ കൂടെ ഞങ്ങൾ ഉള്ളവർക്ക് ആക്ച്വലി താല്പര്യമുള്ളതാണോ? കുറെ കാര്യങ്ങൾ ഞങ്ങള് ആഹ് അതുപോലെ PSCന്റെ കാര്യങ്ങള്, മിനിമം വേജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാ ഇഷ വിലയിരുത്തുന്നേ? കോൺഗ്രസ്, CPM, BJP, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പൊ ഇലക്ഷൻ ഒക്കെ ഫോളോ ചെയ്തിരുന്നോ? ഉം
കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്ക് തോന്നുന്നു ഇപ്പം ഇതൊരു ആന്റി ഇൻകംബൻസി വേവ് ആണെങ്കിൽ പോലും അതിന്റെ നല്ലൊരു ഭാഗം മാനുഫാക്ചേർഡ് ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഏത് തരത്തിൽ? ലൈക്ക് ഈ പറയുന്ന അത്ര മോശം ഗവൺമെന്റ് ഒന്നുമല്ല. ഞാൻ ഗവൺമെന്റ് മാറണ്ട എന്നല്ല പറയുന്നത്. എപ്പോഴും മാറുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. എപ്പോഴും മാറി മാറി വരുന്നതാണ് നല്ലത്. പക്ഷെ ഈ പറയുന്ന അത്ര മോശം ഗവൺമെന്റ് അല്ല. അത് ഓപ്പോസിഷൻ ഉണ്ടാക്കിയ ഒരു ഒരു പോർട്രയൽ പോലെ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയല്ലേ അത് ഇലക്ഷൻ? ആ അങ്ങനെയല്ലേ ഇൻകംബൻസി രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യില്ലേ? അങ്ങനെയല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ശരിക്കും അങ്ങനെ ആവാൻ പാടില്ലല്ലോ. ജനങ്ങളിൽ ഇല്ലാത്ത ഒരു വികാരം ഇവരായിട്ട് ഉണ്ടാക്കിയതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ LDFന്റെ ക്യാമ്പയിനിൽ വന്ന പിഴവ് എന്തായിരുന്നു? അവർക്ക് എന്തുകൊണ്ടാണ് ജനങ്ങളുമായിട്ട് കണക്ട് ആവാനും കമ്മ്യൂണിക്കേറ്റ് ആവാനും പറ്റാതിരുന്നത്? LDFന്റെ PR മോശമാണെന്ന് ആണ് എൻ്റെ ഒരു ഇത്. അവരുടെ മാർക്കറ്റിംഗ് അത്ര ഇതല്ല. നമുക്കൊരു പിണറായി വിജയൻ എന്ന് പറയുമ്പോ എന്താ മനസ്സിലാദ്യം വരുന്നത്? ഇഷ്ടമുള്ള ലീഡർ ആണോ അതോ എന്താ ഫസ്റ്റ് തോട്ട് എന്താ? കുറച്ച് അതോറിറ്റേറിയൻ എലമെന്റ്സ് ഉണ്ടല്ലോ. സോ ആ ഭാഗങ്ങളോട് നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഓവറോൾ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിണറായി വിജയനൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയ ഇഷ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സംസാരിക്കുക? അല്ലെങ്കിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യും ആ ഡേ? ഞാൻ കൂടുതൽ എനിക്കൊന്ന് ലെഫ്റ്റ് പോളിറ്റിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഐ നോ ഐം ആന്റി ക്യാപിറ്റലിസ്റ്റ്. ലൈക്ക് ആന്റി ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ക്യാപിറ്റലിസമേ വേണ്ടെന്നല്ല. പക്ഷെ ക്യാപിറ്റലിസത്തിന്റെ ആ പ്യുവർ ഫോമിൽ ക്യാപിറ്റലിസം വളരെ മോശമായ ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ക്യാപിറ്റലിസം തന്നെയാണ് നമ്മുടെ സിസ്റ്റമായിട്ട് വരുന്നതെങ്കിൽ പോലും അതിന് പല ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസും ഇല്ലാതെ ക്യാപിറ്റലിസത്തിന് ഒരിക്കലും നല്ലതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോ ക്യാപിറ്റലിസം നമ്മൾ റിമൂവ് ചെയ്യണമെന്ന് നമ്മൾ അതല്ല നമുക്ക് വേണ്ടതെന്ന് നമ്മൾ പറയുമ്പോൾ പക്ഷെ അതിന്റെ സ്ഥാനത്ത് എന്ത് പ്ലേസ് ചെയ്യാൻ പറ്റണം എന്നൊരു ആൻസർ കൊടുക്കണമല്ലോ. ലൈക്ക് അതിന് വാട്ട് ഇൻസ്റ്റെഡ്, ലൈക്ക് എന്താണ് അതിനെ റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ അതാണ് ഇപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പൊ അറിയാൻ അത്തരം ഈ ശ്രമിക്കും. പൊളിറ്റിക്കലായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അല്ലെ? ഇഷയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് അത്തരം ഇടത് പൊളിറ്റിക്സിനെ ലെഫ്റ്റ് കുറിച്ച് കൂടുതൽ പോളിറ്റിക്സ് അറിയാൻ പഠിക്കാൻ. വേണ്ടി ഉപയോഗിക്കും. VD ഉം. സതീശൻ എന്ന് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരുന്നത്? എങ്ങനെയാ VD സതീശനെ വിലയിരുത്തുന്നത്? മറ്റേ ചിരിയില്ലേ, അതാണ് purely. ഇതൊക്കെയാണോ ശരിക്കും പൂക്കി എന്ന് പറയുന്ന നിങ്ങളുടെ വേൾഡിലെ പൂക്കി ഇതാണോ? ശരിക്കും പൂക്കി എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഓ എന്ന് നമ്മൾ പോകുന്ന സംഭവങ്ങളാണല്ലോ പൂക്കി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇതൊരു മീം പോലെ ആയിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാര് പൂക്കി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ക്യൂട്ട്നെസ് മാത്രം അല്ലാതായി മാറിയില്ലേ? ഉം ഇപ്പൊ അതൊരു മീം പോലെ ശരിക്കും. VD സതീശന്റെ കൂടെയാണ് ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുക? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ VD സതീശനോട് ചോദിക്കാൻ. 5 വർഷം നമ്മളുടെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ വരുന്ന 5 വർഷത്തെ കാര്യങ്ങൾ മുഴുവൻ പുള്ളിയാണ് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത്. അപ്പൊ ഇഷയ്ക്ക് എന്തെല്ലാം ഈ കേരളത്തെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്? ഞങ്ങൾക്ക് ഇതാണ് വേണ്ട, അല്ലെങ്കിൽ ഇന്ന മാറ്റം വേണം, എന്തൊക്കെ മാറ്റങ്ങൾ വേണം കേരളത്തില്? നമ്മള് ഈ സ്റ്റാലിനൊക്കെ നിന്ന പോലെ കേന്ദ്രത്തിന്റെ അടുത്ത് നിൽക്കാൻ പറ്റണം, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് നമ്മളുടെ ഇവിടെ ഇനിയും ഒരുപാട് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനുണ്ട് സോഷ്യോ എക്കോണമിക്കലി. ലൈക്ക് നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒക്കെ കഴിഞ്ഞെങ്കിലും അതല്ലാതെ ഇനിയും ഗവൺമെന്റ് എത്തേണ്ട സ്ഥലങ്ങളുണ്ട്, എത്തേണ്ട ഫാമിലീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. സോ അവരിലോട്ട് എത്താനും അതുപോലെ എസ്പെഷ്യലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഞാൻ അത് വിദ്യാർത്ഥികളുടെ നിലവാരം കുറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏത് എങ്ങനെ സിസ്റ്റത്തിൻ്റെത് ഓൾറെഡി കുറച്ച് കുറഞ്ഞു? ഇതാണ്. പക്ഷെ അത് അല്ലാതെ സ്റ്റുഡൻസിന് പഠിക്കണം എന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ജനറേഷനിൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും പഠിക്കണ്ട അവർക്ക് എന്നൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ഫിക്സ് ചെയ്യണം എന്ന് ഞാൻ പറയും. അപ്പൊ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അവരെങ്ങനെയാ കാണുന്നത്? അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ, തൊഴിൽ വേണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ അവർക്ക് പ്രാധാന്യം തോന്നാത്തത്? അപ്പൊ അവരുടെ ഫ്യൂച്ചർ എന്താന്ന് അവര് കരുതുന്നത്? ലൈഫിൽ അവരുടെ പ്രയോറിറ്റീസ് അവർക്ക് തന്നെ അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ജോലിയും വേണം, എല്ലാം വേണം. പക്ഷെ
നമുക്ക് ഈ ജോലി കിട്ടണമെങ്കിൽ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ പഠിച്ചാലേ പറ്റൂ എന്നുള്ള സംഭവം അവർക്കറിയാം. ഉം. പക്ഷെ അത് ഉള്ളിന്റെ ഉള്ളിൽ അവരത് റിയലൈസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നു. അത് പാരന്റ്സ്, ഇപ്പോഴത്തെ പാരന്റ്സ് നന്നായിട്ട് മക്കളെ നോക്കുന്നോണ്ടാണോ, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നോണ്ട് അവർക്ക് അതിന്റെ ഒരു ആവശ്യമില്ലാതെ വരിക? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എനിക്ക് അത് കൂടുതലും തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ അങ്ങനെ തോന്നുന്നു. ലൈക്ക് ഉം. അത് നെഗ്ലക്ട്ഫുൾ ആണെങ്കിലാണ് കുറച്ചുകൂടെ അങ്ങനെ ഇതാവാൻ ചാൻസ് എന്ന് തോന്നുന്നു. ഉം. അപ്പൊ അത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടേണ്ട ഒരു ഏരിയ ആണ്, സ്റ്റുഡൻസിന്റെ നിലവാരം അല്ലേ? എന്താണ് പുതിയ സ്റ്റുഡന്റ് കുട്ടികൾക്ക് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു പഠനവും അവരെ തിരിച്ച് കരിയറിലേക്കും പഠനത്തിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അല്ലേ? അത് കൊള്ളാം. അപ്പൊ അവരെന്താ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നേ? കുട്ടികൾ എങ്ങനെ? അവര് ബാക്കി എല്ലാ കാര്യത്തിലും അവർ ഓക്കെയാണ്. പക്ഷെ അവര് പഠിക്കാൻ താല്പര്യമില്ല. ലൈക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ അത് നമ്മുടെ കരിക്കുലത്തിന്റെയും നമ്മുടെ പഠിപ്പിക്കുന്ന രീതിയുടെയും എല്ലാം ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് പഠിക്കാൻ വയ്യ, പഠിക്കുന്നില്ല, പഠനം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു ചിന്തയുള്ളവരെ എനിക്ക് തോന്നുന്നു. അത് എൽ- കൂടി കൂടി വരുന്നതാണ്. എല്ലാവർക്കും പഴയ പോലെ എഞ്ചിനീയറും ഡോക്ടറും ആവേണ്ട ആവശ്യമില്ല അല്ലേ? ഉം എല്ലാവരും അങ്ങനെ ഭയങ്കര മത്സരത്തിലൊന്നും അല്ല, ആരും ഹാപ്പി ആയിട്ടൊക്കെ മത്സരം ജീവിച്ചിരിക്കും. അല്ലെങ്കിലും വേണ്ടാന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ അവര് ശരിക്കും എനിക്ക് തോന്നുന്നു അവർ സ്കൂൾ എന്നുള്ളത് നമ്മൾ അറിവ് നേടാൻ ഉള്ള ഒരു സ്ഥലത്തിനപ്പുറം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ള ഒരു സംഭവത്തിലോട്ട് പോയതിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ആരും അവർക്ക് പഠിക്കാൻ ആരും എന്ന് പറയുമ്പോൾ സീറോ ആൾക്കാരെന്നല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അവർക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത തരുന്ന സാധനം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞെടുക്കുന്ന സാധനം, അല്ലാതെ ശരിക്കും എനിക്ക് ഈ സബ്ജക്ട് അറിയണം, എനിക്കിത് അറിയാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഇഷ ജസ്റ്റ് ഇത് എങ്ങനെയാ നിർബന്ധമായിട്ട് രാഷ്ട്രീയം ഇത് ചെയ്യും. പഠിക്കുന്നേ? ഇപ്പൊ ഇഷ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു, ഇഷ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പൊ ക്യാപിറ്റലിസം, അല്ലെങ്കിൽ എനിക്ക് ചെഗുവേരനെ ഇഷ്ടമാണ്, അംബേദ്കറിനെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഇഷ പറയുന്നുണ്ടല്ലോ. ഇഷ എങ്ങനെയാ ഇതൊക്കെ എങ്ങനെ അറിയുന്നേ, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നേ, എവിടുന്നാ ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നേ? എനിക്ക് തോന്നുന്നു എപ്പോഴും മിക്കവാറും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൺലൈൻ ആയിരിക്കും ഈ സംഭവങ്ങൾ ആദ്യം അറിയുന്നത്. പിന്നെ ഞാൻ വേറെ സോഴ്സസിൽ നിന്ന് പോയി അത് നോക്കി എടുക്കാറേ ഉള്ളൂ. എപ്പോഴും ഓൺലൈനാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കാണുന്നത്. ഉം. അപ്പൊ അംബേദ്കറിനെ കുറിച്ച് ഇഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? അംബേദ്കർ എന്ന് കേൾക്കുമ്പോൾ ഇഷ എങ്ങനെയാണ് അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, പിന്നെ അത് വായിക്കുന്നത്? ഏത് തരത്തിലാ ഇഷ അംബേദ്കറിന്റെ പ്രസക്തി കാണുന്നത്? എനിക്ക് അംബേദ്കറിന്റെ ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ആഹ് അദ്ദേഹം എല്ലാ ടൈപ്പ് ഓഫ് ഒപ്രഷനെയും ഐഡന്റിഫൈ ചെയ്യുന്നു ആൻഡ് അവരെ എല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പൊ നമ്മള് സുഭാഷ് ചന്ദ്രബോസിനെ വരെ എടുക്കുകയാണെങ്കിലും, ഐ എം നോട്ട് സേയിങ് പുള്ളി ഒരു ഫുൾ ബ്ലോൺ മിസോജിനിസ്റ്റ് ആണെന്ന്, ബട്ട് സ്റ്റിൽ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള, ഇനി റിയൽ ആണോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പുള്ളിയുടേതായിട്ട് കണ്ടിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് that അവിടെ ഒരു മിസോജിനിസ്റ്റ് എലമെന്റ് ഉണ്ട്. അദ്ദേഹം ഒരു ഒപ്രഷനെ കാണുന്നുണ്ട്, പക്ഷെ വേറൊരു ഒപ്രഷനെ കാണുന്നില്ല, അല്ലെങ്കിൽ അത് ഒപ്രഷനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ അംബേദ്കർ, ഇപ്പൊ മാർക്സ് ആണെങ്കിലും കാൾ മാർക്സ് ആണെങ്കിലും, അദ്ദേഹം ഈ വർക്കിംഗ് ക്ലാസ്സിനെ, ലൈക് പ്രോലിറ്റാരിയറ്റിനെ ഇതാക്കുന്നു എന്നുള്ളത്, ക്ലാസ് ഹൈറാർക്കീസ് അല്ലെ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ അതിനുള്ളിലെ കാസ്റ്റ്, ജെൻഡർ, അങ്ങനത്തെ സംഭവങ്ങൾ, റേസ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഹൈറാർക്കി അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ മറ്റുള്ളതിനേക്കാളെല്ലാം ഇൻഹെറന്റ്ലി കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്, സോ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ മറ്റത് ഫിക്സ് ആവും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഐ തിങ്ക് അംബേദ്കർ അത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഈ ഒരു സാധനം ഫിക്സ് ചെയ്തത് കൊണ്ട് ബാക്കിയെല്ലാം ശരിയാകണമെന്നില്ല. ഒരു സാധനം നമ്മൾ ശരിയാക്കിയാലും അതിനുള്ളിൽ വേറെ ലെവൽ ഓഫ് ഹയറാർക്കീസ് ആൻഡ് വേറെ ലെവൽസ് ഓഫ് ഓപ്പറേഷൻസ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉം. അതെനിക്ക് ഭയങ്കര റെലവെന്റ് ആയിട്ട് തോന്നുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭയങ്കര പഴയ, നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ ആ ഒരു സമയത്തുള്ള ഇന്ത്യയിൽ ശരിക്കും ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയാൻ എനിക്കറിയാവുന്നത് അംബേദ്കറിനെ, ഭഗത് സിംഗിനെ മാത്രമേ ഉള്ളൂ. ഗാന്ധിജി ഒന്നും നമുക്കൊരു ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇൻട്രസ്റ്റിംഗ്. ഇഷ വളരെ സൂക്ഷ്മമായിട്ടാണ് ശരിക്കും പൊളിറ്റിക്സിനെ ഫോളോ ചെയ്യുന്നതും ഇഷ അത് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്കിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ശരിക്കും ഭയങ്കര അഭിമാനം തോന്നുന്നു കേട്ടോ. കാരണം ഞാനൊരു ഇന്റർവ്യൂ എടുക്കുന്നതിനേക്കാളും ഇഷയെ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് ആ തോട്ട് പ്രോസസ്സ് പോകുന്നത് എന്നുള്ളത് ശരിക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ജെൻസിയെ കുറിച്ച് എപ്പോഴും ആളുകൾ എന്തൊക്കെയോ ഇവർക്ക് ഇതിനെ കുറിച്ചൊന്നും ധാരണയില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴാണല്ലോ ഇഷ വന്നിട്ട് അവരെക്കാൾ മുതിർന്നവരെക്കാൾ നന്നായിട്ടാണ് ഈ രാഷ്ട്രീയം സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്, ഒരു റിയാലിറ്റി ഇഷനെ ഹിറ്റ് ചെയ്തു. അപ്പോഴാണ് ഇഷ അത് മനസ്സിലാക്കുന്നതെന്ന്. അപ്പൊ ഇന്ത്യയില് ഇപ്പൊ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾ, ദളിതർ ഇവരൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇഷ ഫോളോ ചെയ്യുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ എന്താ നടക്കുന്നതെന്ന്? എനിക്കൊന്ന് അതെല്ലാം ഫോളോ ചെയ്യുന്നത് തന്നെയാണ് ശരിക്കും രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെയോ ദളിത്സിനെയോ ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല. അവര് പവറിൽ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല. അതെങ്ങനെ അവർക്ക് അങ്ങനെ അത്ര ഇറാഷണലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഉം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേട്ട ഏറ്റവും കൂടുതൽ വാർത്തകൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. പലതരത്തിൽ ഇപ്പൊ SIR തൊട്ട് പശുവിന്റെ വിഷയം തൊട്ട് എന്ത് വിഷയങ്ങൾ, ഹിജാബ്, സ്റ്റുഡൻസിന്റെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ തൊട്ട് മുസ്ലിംസ് അനുഭവിക്കുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ക്യാമ്പസിലൊക്കെ ചർച്ചയാവുന്നുണ്ടോ? അല്ലെങ്കിൽ സ്റ്റുഡൻസ് യൂണിയനൊക്കെ ഏത് രീതിയിലാണ് വിദ്യാർത്ഥി സംഘടനകൾ അതിൽ ഇടപെടുന്നത്? അതൊക്കെ ഒരു എഫക്റ്റീവായി തോന്നിയിട്ടുണ്ടോ? അതോ അംബേദ്കറിന്റെ പോലത്തെ ഒരാളുടെ കുറവാണോ ഇഷയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്? ഇപ്പം എന്റെ കൂടെ പഠിക്കുന്നവരില് ഇങ്ങനെ സ്റ്റുഡന്റ് യൂണിയൻസിൽ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരും ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ തിയറി സെറ്റ് അല്ല. നമ്മൾ തിയറി ഇല്ലാതെ പ്രാക്ടിക്കൽസിന് പോയാൽ അത് നമ്മൾ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു വെക്കുന്ന പോലെ ഉള്ളൂ. ഇതെന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ ഒരു ബോധമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് പോലെ എനിക്ക് തോന്നി ഇവരുടെ ബേസിൽ. ആൻഡ് പിന്നീട് ഇവര് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇത് പറയുന്നത് ഇവിടെ പറയാൻ പോകുന്ന എനിക്കറിയില്ല. പറയാം, എവിടെ എല്ലാം ഉം. പറയാം. അല്ല ചിലപ്പോ ലീഗൽ ഇത് വന്നാലോ എന്ന്. പക്ഷെ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ നോൺ വയലൻസിന് നമുക്കൊരു പ്രിവിലേജ് വേണം. നോൺ വയലന്റ് പ്രൊട്ടസ്റ്റുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രിവിലേജ് വേണം. ആൻഡ് ആ പ്രിവിലേജുകളിൽ ഒന്നാണ് നമുക്കൊരു ഓഡിയൻസ് ഉണ്ടാകുക എന്നുള്ളത്. ബാക്കി ഈ പ്രിവിലേജസ്, വേണ്ട പ്രിവിലേജസിലെല്ലാം നമ്മൾ ടിക്ക് മാർക്ക് ഇട്ടാലും ഈ ഗോദി മീഡിയ കാരണം ഈ ഓഡിയൻസ് എന്നുള്ള സാധനം പോയിട്ടുണ്ട്. അത് കാരണം പല നോൺ വയലന്റ് പ്രൊട്ടസ്റ്റുകളും ലൈക്ക് അവര് വളരെ നല്ല രീതിയിൽ ചെയ്താലും അവർക്ക് ഓഡിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഫെയിൽ ആയി പോകാറുള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ? ഏതെങ്കിലും സംഭവങ്ങൾ എടുത്തു പറയാൻ? ഇപ്പൊ ഇപ്പം ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ SFI ചെയ്യുന്ന പല ഇതുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പല പ്രൊട്ടസ്റ്റുകളും മാർച്ചുകളും അവർ വളരെ റെലവെന്റ് ആയിട്ടുള്ള, ഇന്ത്യയിൽ മാത്രമല്ല ജിയോ പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ പ്രൊട്ടസ്റ്റും മാർച്ചും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ അതിന് കവറേജ് കിട്ടുന്നില്ല. അത് കവറേജ് കിട്ടുവാണെങ്കിൽ അത് പലരെയും കൂടുതൽ കാര്യങ്ങളെ പറ്റി അവെയർ ആക്കാൻ നല്ല പവറുള്ള കുറെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പക്ഷെ അതൊരിക്കലും കവറേജ് കിട്ടുന്നില്ല. അത് അവിടെയാണ് അവരാ CJPയുടെ ചെയ്യുന്നത്. പ്രസക്തി. ഇപ്പൊ SFI എന്ന് പറയുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ജെൻസി കുട്ടികൾ തന്നെയാണല്ലോ. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ജെൻസി പിള്ളേർക്ക് ജെൻസി പിള്ളേരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല? ഇപ്പൊ CJP നിങ്ങൾ ഒരു മുഖ്യധാര മാധ്യമങ്ങളുടെ ഹെൽപ്പോട് കൂടിയല്ലല്ലോ ഇത് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ വെച്ച് മാത്രമല്ല ഇത്രയും വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നത്. അപ്പൊ എന്തുകൊണ്ട് SFIക്കും KSUനും ABVPക്കും അത് പറ്റുന്നില്ല? എനിക്ക് അറിയില്ല ശരിക്കും. ലൈക്ക് ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല, ഇവർ എന്തുകൊണ്ട് ഇത്ര അൺഅപ്രോച്ചബിൾ ആകുന്നു, എനിക്കത് മനസ്സിലാവുന്നില്ല ശരിക്കും. നമ്മുടെ സ്കൂളുകളിൽ പോലും ഇവരുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വേറൊരു ലോകമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ലോകമായിട്ട് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല ഇവരുടെ കാര്യങ്ങൾ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് സ്റ്റുഡന്റ് യൂണിയൻ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ലോകവും ഞങ്ങളുടെ ലോകവും ഒന്നല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ എന്നാണ്. SFIയുടെ ലീഡറാണ് ശിവപ്രസാദ്. ഇപ്പൊ വലിയ പോപ്പുലർ ലീഡറാണ്, പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്നത്. ശിവപ്രസാദിന്റെ ഭാഷയും ശിവപ്രസാദ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? എനിക്കൊന്ന് ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവും, ഭാഷ മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസസ് കൂടെ നിങ്ങളും ഓക്യുപ്പൈ ചെയ്യണം. ലൈക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ അതിൽ പ്രസന്റ് ആയിരിക്കണം.
അല്ലെങ്കിൽ ഇപ്പൊ എസ് എഫ് ഐ ഇപ്പൊ ഒരു ലൈവ് സ്ട്രീം തുടങ്ങട്ടെ, അവർ സ്ഥിരം ഒരു നല്ല ജെൻസീഡ് പോലത്തെ ഒരു ലൈവ് സ്ട്രീം തുടങ്ങട്ടെ, ആൾക്കാർ വരും കാണാൻ, നമ്മൾ വന്ന് കണ്ടിരിക്കുകയും എല്ലാം ചെയ്യും. എന്ത് പക്ഷെ എന്ത് ഇവർക്ക് തരം അങ്ങനെയില്ല. എന്ത് കണ്ട് ഇപ്പൊ നമ്മൾ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിംഗ് കാണുന്നുണ്ട്, പലരുടെ ഈ ഉള്ളവരെ ഇവരുടെയോ കാണുന്നുണ്ട്. അപ്പൊ ഒരു SFIയുടെ ലൈവ് സ്ട്രീമിംഗിൽ എന്താ സംസാരിക്കുക? നമ്മളിപ്പോ ഇന്ത്യയില് ഈ ഒരാഴ്ചയിൽ എന്തൊക്കെയാണ് നടന്നത്, നമ്മളൊരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജീന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ ഡൈസെക്ട് ചെയ്യുവാണ്. പക്ഷെ ഭയങ്കര ഫൺ ആയിട്ടുള്ള രീതിയിൽ, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യത്തിനും ഡൈസെക്ട് ചെയ്ത് മനസ്സിലാക്കുന്നു. അപ്പൊ അത് ആക്ച്വലി കാണാൻ നല്ല രസമാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര എഡ്യൂക്കേറ്റിംഗ് ആണ്, ലൈക്ക് നല്ലൊരു ഇതായിരിക്കും. മേ ബി നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ നേരമൊക്കെ നമ്മളിങ്ങനെ ഓർഡറിന് കാണത്തില്ല, അതുപോലെ നമ്മൾ ഇതിരുന്ന് കാണുമ്പോൾ അത് ആക്ച്വലി നമ്മളെ പൊളിറ്റിക്കലി അവയറും കൂടെ ആക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടെ ജൻസിയുടെ നമ്മുടെ ഇത് അത് മറ്റേ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള ഇതെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇഷ എന്തുകൊണ്ടാണ് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാത്തെ? ഇഷയ്ക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ അത്. ഞാൻ ആക്ച്വലി അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും കുറെ കോണ്ടന്റ് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഇത് പറയാൻ ക്വാളിഫൈഡ് ആണോ എന്നൊരു യെസ് സംഭവമുണ്ട്. യെസ് ലൈക്ക് യെസ്, വാട്ട് ഓഫ് ഇഫ്. കോഴ്സ് യെസ്. ഇഷ ഇത് പറയാൻ ഇഷ അത്രയ്ക്കും ക്വാളിഫൈഡ് ആണ്. ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ച ഇഷയാണല്ലോ ഇഷ. ആ കുട്ടി ക്വാളിഫൈഡ് ആണ് അത് സംസാരിക്കാൻ. എനിക്ക് പേടിയാണ്, ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് എന്റെ തെറ്റായ മനസ്സിലാക്കൽ കൊണ്ട് ഞാനൊരു തെറ്റായ മെസ്സേജ് പുറത്തു കൊടുത്ത് അങ്ങനെ അത് വേറൊരു രീതിയിൽ മനസ്സിലാക്കി മോശമായി പോയാലോ എന്നുള്ളൊരു പേടിയാണ് ഞാൻ ശരിക്കും അങ്ങനത്തെ കോണ്ടാക്ട് ഒന്നും ചെയ്യാത്തതിന്റെ റീസൺ. അങ്ങനെയില്ല. ഇഷയ്ക്ക് കോൺഫിഡന്റ് ആയിട്ട് ഈ പരിപാടി ചെയ്യാം. ഇഷ അതിൽ ഭയങ്കര മിടിക്കുക. ഇഷയ്ക്ക് പറ്റും. ഇഷ സംസാരിക്കുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ പല മുതിർന്ന ആളുകളെയും പറ്റി നമ്മൾ സംസാരിച്ചില്ലേ, അവര് പറയുന്ന പല പൊളിറ്റിക്സിലും ഇഷ സംസാരിക്കുന്ന അത്രയും ക്ലാരിറ്റിയും സൂക്ഷ്മതയും അതിലില്ല. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അത് തുടങ്ങണം കേട്ടോ. താങ്ക് യു. ഒരു BJPയെ കുറിച്ച് എന്താ ധാരണ? രാജീവ് ചന്ദ്രശേഖർ ബി എന്ന് പറഞ്ഞ ജെ പി ലീഡർ ഉണ്ട് നമുക്ക്, മോദി എന്ന് പറഞ്ഞ ലീഡർ ഉണ്ട്, അമിത്ഷാ ഉണ്ട്, യോഗി ആദിത്യനാഥ് ഉണ്ട്. എല്ലായിടത്തെയും പോലെ ഒരു റൈറ്റ് വിങ് റിലീജിയസ് നാഷണലിസം പുഷ് ചെയ്യുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി. അവരുടെ ഒഫീഷ്യൽ ചാനലാണ് ജനൻ TV. അവരാണ് ഇഷനെ ഇത്രയേറെ അറ്റാക്ക് ചെയ്തത്, 1 by 1 ആയിട്ട് ഇഷനെ രാജ്യദ്രോഹിയാക്കി അതാക്കി. അപ്പൊ ഇഷ എപ്പോഴെങ്കിലും രാജീവ് ചന്ദ്രശേഖരെ പോലെ ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ പറയണം എന്ന് ചിന്തിച്ചോ? ഐ ഡോണ്ട് തിങ്ക് ഇവരാരും അറിയുന്നില്ലെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഇവരുടെ ചാനൽ എന്താണ് ചെയ്യുന്നത് ഇവർക്കെല്ലാം അറിയാം, എന്നിട്ടും ദേ ആർ ചൂസിങ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം. ആൻഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾക്ക് ഹാനികരമാണെന്ന്, പക്ഷെ അവര് വീണ്ടും സിഗരറ്റ് വലിക്കുന്നു. അത് അവർക്ക് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരും നന്നാക്കാനില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അതുപോലെ എനിക്ക് അത് തന്നെയാണ് ഇവരെ പറ്റി തോന്നുന്നത്. ഇവർക്കറിയാം ഇവരെന്താ ചെയ്യുന്നത്, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. നമ്മളിനി അവരോട് സംസാരിച്ചത് കൊണ്ട് അവർ മാറാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അവർ തന്നെ തീരുമാനിച്ച് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ബോധം വന്ന് അവർ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് ഇഷ ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളിൽ ഇഷ എക്സ്പീരിയൻസ് ചെയ്ത് എന്താണെന്ന് കൃത്യമായ ധാരണയുള്ള ആളാണ് ഞാൻ. അപ്പൊ അത് 1 by 1 ആയിട്ട് ഞാൻ ഇവിടെ പറയാത്ത കൂടുതൽ ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നതെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാത്ത. കാരണം അറിയാത്ത കുറെ ആളുകളുണ്ട്, അവരിലേക്കും കൂടെ നമ്മൾ ഇത്രയും വലിയ വൃത്തിയോടൊക്കെ ഇവർ പറഞ്ഞു എന്നുള്ളത് പറയാതിരിക്കാനാണ്. രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് മീറ്റ് ചെയ്താൽ ഇഷ എന്തൊക്കെയാണ് പറയുക, എന്താണ് ആവശ്യപ്പെടുക, അവരുടെ പ്രവർത്തനത്തിൽ എന്ത് മാറ്റാൻ വേണ്ടത്, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും? തോന്നുന്നു. ബി ജെ പിക്ക് കേരളത്തിൽ മാത്രമായിട്ട് വേറൊരു പ്രവർത്തനം നടത്താൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് രാജ്യം മുഴുവൻ ഒറ്റ നാരറ്റീവേ ഉള്ളൂ. സോ അങ്ങനെ ബി ജെ പി വിടാനല്ലാതെ എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോടൊന്നും പറയാനില്ല. അതെ, BJP പ്രസിഡന്റ് BJP വിടണം. അതെ, അതിൽ തുടരേണ്ട കാര്യമില്ല എന്നാണ് ഇഷയ്ക്ക് തോന്നുന്നത്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് അതേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? അദ്ദേഹത്തിന് വല്ല ബിസിനസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചൂടെ എന്നല്ലേ? ആ ടൈം കുറച്ചും കൂടെ നല്ല എഫക്റ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്തൂടെ? ഉം രാഷ്ട്രീയത്തിൽ തന്നെ ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു ഇതിനു വേണ്ടിയിട്ട് എന്തിനാ ചെയ്യുന്നത്? അല്ലാതെ എനിക്കൊന്ന് ബി ജെ പി കേരളത്തിൽ മാത്രമായിട്ട് മാറിയാലും അതിനൊരു സൊല്യൂഷൻ ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ, ഈ ഇൻസ്റ്റാഗ്രാമില് ട്രോള്, ഹെയ്റ്റ് കമന്റ്, റൈറ്റ് വിങ് ആക്രമണം, ഇത്തരം സാധനങ്ങളൊക്കെ ഇൻസ്റ്റയിലും പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ പിള്ളേർ എങ്ങനെയാ കാണുന്നത്? അവോയ്ഡ് ചെയ്ത് വിടുകയാണോ അതോ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ അതിനോടൊക്കെ? കുറെ പേര് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ എന്ന് വെച്ചാൽ എന്ത് കണ്ടാലും അവള് പോയി അതിനടിയിൽ അതിനുള്ള ആർഗ്യുമെന്റ്സ് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ. ഇപ്പൊ ഞാൻ പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്തുവാ
എന്റെ ഒരു ഇതിൽ എല്ലാരും നമ്മുടെ ടൈം ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മൾ അങ്ങനെ പോയി എല്ലാരും നന്നാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ ഒരാൾ പുറകെ നടന്ന് നന്നാക്കിയിട്ടല്ല ഞാൻ ഇതാവുന്നതിലേക്ക് എന്തെങ്കിലും കാര്യം നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നതിനെ പറ്റി. അത് അവനവന് തോന്നി അവനവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ മേ ബി ഒന്നോ രണ്ടോ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലല്ല, ഒരാളെ ഇരുത്തി റീഹാബ് കൊടുക്കുന്ന പോലെ നമ്മൾ ഇതാക്കുന്നത്. നമുക്കിനി അപ്പോ അമ്മമാരും മക്കളെ വളർത്തുന്ന പോലെ ഇവരെ കറക്റ്റ് ചെയ്യാനും എപ്പോഴും ഇത് പറയാനൊന്നും ഉപദേശിക്കാനൊന്നും വയ്യ അല്ലെ ശരിക്ക്. പലതരം സോഷ്യൽ മീഡിയ അത് ട്രെൻഡുകൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കാറുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ സോഷ്യൽ മീഡിയയിലെ? ഇപ്പോ ഇപ്പൊ CJP അല്ലേ ട്രെൻഡ്. തൊട്ടും ഇപ്പൊ എനിക്കൊന്ന് CJP കഴിഞ്ഞത് പിന്നെ കുറച്ചുകൂടെ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ വരാൻ കുറച്ചുകൂടെ തുടങ്ങി ട്രെൻഡിങ് ആവുന്നുണ്ട് എനിക്ക് വരാൻ തോന്നുന്നു. തുടങ്ങി അങ്ങനെ. ജനറേഷൻ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകൾ ആ രീതിയിലേക്ക് മാറുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇപ്പൊ അവര് ഡയറക്റ്റ്ലി മുഖം കാണിച്ച് സംസാരിക്കുമല്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോസ് എങ്കിലും എഡിറ്റ് ചെയ്തിടുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ. ഉം. ആൻഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേര് ഈ പുതിയ ഈ സെൻസർഷിപ്പ് റിലേറ്റഡ് കുറെ ബില്ലുകളൊക്കെ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി കുറെ പേര് അവയർ ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നമ്മള് ഇവരുടെ തന്നെ ഇപ്പൊ ഇവർ ഓർക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ അതൊരു പ്രശ്നമില്ല, ഇന്ത്യ അല്ലേ എന്ന് വിചാരിച്ച പലരും ഒട്ടും അഗ്രസീവ് അല്ലാത്ത എന്നാൽ പൊളിറ്റിക്കൽ കോമന്ററി എന്നുള്ള രീതി നമുക്ക് ഇതാക്കാൻ പറ്റുന്ന വീഡിയോസ് ഇടുമ്പോൾ അയ്യോ ഇത് വീഡിയോ പോയി എന്ന് പെട്ടെന്നൊരു ഇത് ഇവിടെ അയ്യോ ഇങ്ങനൊക്കെയാണോ, ഗവൺമെന്റിന് ഇങ്ങനൊക്കെ ചെയ്യാവോ എന്ന് അറിയുന്ന കുറെ പേരെ ഞാൻ കണ്ടു. അപ്പൊ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ലൈക്ക് അറിയട്ടെ, ആൾക്കാർ അറിയട്ടെ. നേരത്തെ മീഡിയാസ് ഒന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇത്രയും ഒരു എൻക്രോച്ച്മെന്റ് ഉണ്ട് നമ്മുടെ റൈറ്റ്സിൽ എന്നുള്ളത്. അനുഭവിക്കുക, അപ്പൊ നിനക്ക് മനസ്സിലാവും, അപ്പൊ നീ ഇതിനെപ്പറ്റി സംസാരിക്കുക, അനുഭവിക്കുക. എനിക്ക് ഇപ്പൊ അങ്ങനെ CJPയുടെ എനിക്ക് തോന്നുന്നു. അക്കൗണ്ടുകൾ പോവുക, ഇതുപോലെ വീഡിയോകൾ നമ്മൾ രാഷ്ട്രീയം പറയുന്ന വീഡിയോ റിമൂവ് ആവും, ഡിലീറ്റ് ആവും, ഇങ്ങനത്തെ കാര്യമൊക്കെ ആദ്യമായിട്ടാ അല്ലെ തിരിച്ചറിയുന്നത്? സോഷ്യൽ മീഡിയക്ക് സെൻസർഷിപ്പ് ഉണ്ടെന്ന് ബോധം വരുന്ന ആദ്യമായിട്ടാ? എനിക്ക് സെൻസർഷിപ്പ് ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യാനോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൺലൈൻ ചെയ്യുന്നില്ലായിരുന്നു. ലൈക്ക് ഞാൻ മേ ബി വേറെ വീഡിയോസിനിടയിൽ കോമന്റ്സ് ഇടും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെ യൂട്യൂബേഴ്സിന് അങ്ങനെ കുറെ പേർക്ക് ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വീഡിയോസ് ഗവൺമെന്റ് ടേക്ക് ഡൗൺ ചെയ്യുന്നു. അത് ഒട്ടും ഹാംഫുൾ അല്ലാത്ത ലീഗലായ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഞങ്ങള് ഒരു CJPന്റെ പേര് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമ്മളിത് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അത് അപ്പൊ തന്നെ അവർ ടേക്ക് ഡൗൺ ചെയ്യും. ഇപ്പൊ നമ്മൾ കുറെ നൂറുകണക്കിന് അക്കൗണ്ട് ഉണ്ട് നമ്മൾ ഇൻസ്റ്റ നോക്കുവാണെങ്കിൽ, പക്ഷെ ഒരെണ്ണത്തിന് കുറച്ച് ട്രാക്ഷൻ കിട്ടുമ്പോഴത്തേക്കും അത് പോവുകയാണ്. സോഷ്യൽ മീഡിയ ഇല്ലാതായ CJP ഉണ്ടാവുമോ ബാക്കി? സോഷ്യൽ മീഡിയ ഇല്ലെന്ന് അത് ഓർക്കാം നാളെ തൊട്ട്. ബുദ്ധിമുട്ടാണ്. അപ്പൊ CJP ഉണ്ടോ ഗ്രൗണ്ടില്? ഇല്ല. CJPക്ക് ബുദ്ധിമുട്ടാണത്. സി വേറെ ജെ ഒരു പി നല്ലൊരു തലത്തിലും കണക്ട് ചെയ്യാനോ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒന്നും നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഗ്രൗണ്ടില്? നമ്മളിപ്പോ ഉള്ള കമ്മ്യൂണിറ്റീസിന് നമുക്കുണ്ട്, നമുക്ക് നമ്പറും കാര്യങ്ങളും എവിടെ എത്തണം അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. പക്ഷെ കൂടുതൽ CJP എന്ന ആ ഒരു ബ്രാൻഡിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് CJP ഒരു ഓൺലൈൻ മൂവ്മെന്റ് ആണല്ലോ. CJP ഓൺലൈൻ ആയിട്ട് അത് പാടായിരിക്കും അല്ലെ? പക്ഷേ നമുക്ക് വേറൊരു രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ല, ഓഫ്ലൈൻ ആയിട്ട് സോഷ്യൽ നമുക്ക് മീഡിയ ആക്ടിവിസത്തെ പറ്റി ചോദിച്ചപ്പോ ഇഷ പറഞ്ഞത് സോഷ്യൽ മീഡിയ അല്ലാതെയും ആക്ടിവിസം സാധ്യമാണ്, അങ്ങനെയാണ് അത് വേണ്ടത് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് CJPക്ക് എന്തുകൊണ്ടാ പറ്റാത്തത്? ഇപ്പൊ നേരത്തെ സ്റ്റുഡൻസ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഗ്രൗണ്ടുമായിട്ടുള്ള ഡിസ്കണക്ഷൻ എവിടെയാ CJPയുടെ? എനിക്ക് തോന്നുന്നു CJP എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. ലൈക്ക് CJP ഒരു മൂവ്മെന്റ് ആകേണ്ട സാധനമല്ലായിരുന്നു. അത് ജസ്റ്റ് ഒരു സറ്റയർ ചുമ്മാ ഒരു ഇതായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പോകേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്ടഡ്ലി ആണ് ഇത്രയും പേര് ജോയിൻ ചെയ്തത് ഇങ്ങനെ ഒരു കളക്റ്റീവ് പോലെ ആവുന്നത്. എനിക്കൊന്നും അവിടെ ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് CJP എങ്ങനെ ഇത് ഫൗണ്ട് ചെയ്ത ആൾക്കാരെ CJPനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയത്തില്ല. ബിക്കോസ് ഹി വാസ് നോട്ട് ആന്റിസിപ്പേറ്റിംഗ് ഇങ്ങനെ ഒരു സംഭവം ഇതാകും എന്നുള്ളത്. പക്ഷെ സിനിമ ഇപ്പൊ അവര് പുറത്തുനിന്നുള്ള ഒപ്പീനിയൻസ് എടുത്തോണ്ടിരിക്കുവാണ്, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വെക്കണം എന്നുള്ള രീതിയിൽ. സോ ഐ തിങ്ക് നല്ല എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് പ്രതീക്ഷിക്കാം. സിനിമയൊക്കെ കാണുന്ന ആളാണോ? ഒത്തിരി കാണാറില്ല. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സെലക്റ്റീവ്ലി മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ ഇഷയുടെ ലൈഫ് അല്ലെങ്കിൽ ഇഷേനെ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്ത ഏതെങ്കിലും ക്യാരക്ടറായിട്ട് സാമ്യം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന പോലെയാണ് എനിക്ക് ആവണ്ടേന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എനിമി എന്ന് പറയുന്ന മൂവി ഉണ്ട്, ലൈക്ക് ജെയ്ക്ക് ജിലൻ ഹോൾ ഒക്കെ ഉള്ളൊരു മൂവിയാ അത്. ആ മൂവി കാണുമ്പോ എനിക്ക്
എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സംഭവം അത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രഗിൾ ആണ്. ഈ കാര്യങ്ങളൊന്നും അല്ല, പേഴ്സണലി ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം, എന്നാൽ എനിക്ക് ആരോടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാധനം ഒരു സിനിമയാക്കി വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ അത്? അതെനിക്ക് തോന്നുന്നു എന്റെ ലൈഫ് ഒരു സൈക്കിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏഹ് നല്ല കുറെ കാര്യം നല്ല കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുന്നു എന്നല്ല, ഞാൻ എന്റെ ഒരു നല്ല വേർഷനായിട്ട് കുറെ നാള് പോകും. അത് കഴിഞ്ഞ് അത് പതുക്കെ മോശമായി തുടങ്ങുന്നു, പിന്നെ ഭയങ്കര ഒരു സ്റ്റേജിൽ എത്തുന്നു, പിന്നെ ഞാൻ അവിടുന്ന് വീണ്ടും നല്ലൊരു ഇതിലെത്തുന്നു. അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എന്റെ ആക്ടിവിറ്റി ആണെങ്കിലും എപ്പോഴും അതൊരു സൈക്കിളാ. എല്ലാവരുടെയും അതിങ്ങനെ ലൈഫ് അങ്ങനെയല്ലേ? മോശമായി എല്ലാവരുടെയും ലൈഫ് അങ്ങനെയല്ലേ? പക്ഷെ എനിക്ക് ഈ സൈക്കിൾ കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഇതിപ്പോ ഏത് സ്റ്റേജ് ആണ്, ഇതിപ്പോ എങ്ങോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്, അതെനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യാം. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, കണ്ടു നോക്കട്ടെ. ആ, ഇപ്പൊ ജെൻസിയുടെ ഒരു ലോകത്തെ കാണുന്ന രീതി, കണ്ടന്റുകളെ കാണുന്ന രീതി, മുതിർന്ന ആളുകള് പഴയ തലമുറയായിട്ടുള്ള ഒരു വ്യത്യാസം കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. കുറച്ചും കൂടെ ഒരു ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ അത് എന്താണ് മെയിൻ ഡിഫറൻസ് എന്ന്? ഇപ്പൊ നീറ്റ് എക്സാമിലെ തട്ടിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ തന്നെ നിങ്ങൾ കാണുന്നതും മുതിർന്നവർ കാണുന്നതും എന്താ വ്യത്യാസം? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും ഇവരതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് മൊത്തത്തിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രം എനിക്ക് അറിയാവുന്ന എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് ഇവരതിനെ ഒരു ഇമോഷണൽ റെസ്പോൺസ് ഇടയ്ക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഇമോഷണൽ റെസ്പോൺസ് ഇല്ലെന്നല്ല, പക്ഷെ അത് സ്റ്റിൽ ഒരു സിസ്റ്റമിക് ഫെയിലിയർ, ഇത് ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോഴും ഇവര് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പക്ഷെ എന്നാലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതി കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇമോഷനെ കുറിച്ച് ഇഷ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇമോഷണലി ഡിസ്കണക്ട് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഇമോഷണൽ ആയിട്ടല്ല ഒരു കാര്യങ്ങളെ കാണുന്നത് എന്നൊക്കെ. അപ്പൊ റിലേഷൻഷിപ്പുകളെയൊക്കെ എങ്ങനെയാ കാണുന്നത്? ഞാൻ റിലേഷൻഷിപ്സില് ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവും, പക്ഷെ ഒരിക്കലും അറ്റാച്ച്ഡ് ആവരുത് എന്ന ഒരു പോളിസി വെക്കുന്നതാണ്. വിശ്വസിക്കരുത്, അറ്റാച്ച്ഡ് ആവരുത്, ഈ രണ്ട് സംഭവങ്ങൾ വെച്ച് ലൈക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ സ്നേഹിക്കുക. നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങ് സ്നേഹിച്ചോണം, ലൈക്ക് അങ്ങ് സ്നേഹിച്ചങ്ങ് മരിച്ചോണം, പക്ഷെ അതിനൊരു ബൗണ്ടറി വേണം. അവരുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യുന്ന പോലെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന കുറച്ച് ബൗണ്ടറീസ്, അതിനുള്ളിൽ നിന്ന് നിങ്ങൾ സ്നേഹിക്കുകയോ ആ സ്നേഹം പ്രകടിപ്പിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് അതില് പൊസസീവ്നെസ് ഇല്ല? ഇല്ല, പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് എനിക്കൊന്ന്. പൊസസീവ്നെസ്, ജലസി അതുപോലുള്ള സാധനങ്ങളെല്ലാം ശരിക്കും ഇൻസെക്യൂർ ആയതുകൊണ്ടുണ്ടാകുന്ന ഫീലിങ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മളെ എങ്ങനെയാ സെക്യൂർ ആവുന്നത്? എങ്ങനെയാ, എന്ത് തോന്നലിൽ നിന്നാണ് സെക്യൂരിറ്റി ഫീൽ കിട്ടുന്നത്? പലരും എനിക്കൊന്ന് പറയും അത് ട്രസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പറയാം, പക്ഷെ എനിക്കൊന്നത് ട്രസ്റ്റ് അല്ല. അത് ശരിക്കും റിയലിസ്റ്റിക്കലി കാര്യത്തിനെ കാണുന്നതാ. ലൈക്ക് നമ്മളിങ്ങനെ എന്തുവാ ഇവര് എന്നും എന്റെ കൂട്ടത്തിൽ നിൽക്കും അങ്ങനൊന്നും വിചാരിക്കരുത്. മനുഷ്യരാണ്, അവർ പോകും അല്ലാതെ 100% അവർ എന്റെ കൂടെ നിൽക്കും, എല്ലാ കാര്യത്തിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ അവർ തരും എന്ന് വിചാരിക്കരുത്. അവർ ചെയ്യൂല, അത് മനുഷ്യരാണ്. തിരിച്ച് സ്നേഹിക്കുമെന്ന് പോലും എക്സ്പെക്ട് ചെയ്യാതെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ സ്നേഹിക്കാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അപ്പൊ അവർക്ക് അവരുടെ ഹാപ്പിനെസ് വേറൊരാളുടെ കൂട്ടത്തിലാണെങ്കിൽ അവരുടെ ഹാപ്പിനെസ് വേറൊരാളുടെ കൂട്ടത്തിലാണ്. നീ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വിട് എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു. അതാണെങ്കിൽ അങ്ങനെ നമ്മൾ അവരെ ആസ് എ പേഴ്സൺ അവരുടെ ഓട്ടോണമിയും ഫ്രീഡവും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെ എനിക്കൊന്ന് പൊസസീവ്നെസ്, ജലസി എന്നുള്ള സാധനങ്ങൾ മാറുന്നു. ഈ പക്ഷെ ഇത് പറയുമ്പോഴും തെറാപ്പി ഒക്കെ കൂടുതൽ എടുക്കുന്ന ഒരു ജനറേഷൻ കൂടിയല്ലേ ജെൻസി? നിങ്ങൾ അതിനെ കുറച്ചും കൂടെ ഓപ്പൺ ടു തെറാപ്പി, ഇത്തരം സാധനങ്ങൾ അങ്ങനെയല്ലേ? അപ്പൊ അതിന്റെ സ്പേസ് എവിടെയാ വരുന്നത്? അതെന്തുകൊണ്ടാ? എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ എനിക്കാണെങ്കിലും മെന്റലി ഇഷ്യൂസ് വരത്തില്ല, അല്ലെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, ബട്ട് നമ്മളതിനെ മാക്സിമം സ്വന്തമായി ഏറ്റവും പരിഹരിക്കും അല്ലെ? healthy- മറ്റുള്ളവരുടെ മേത്തേക്ക് ആ, എടുക്കാതെ സ്വന്തം പരിഹരിക്കും. അവിടെ ആയിരിക്കും തെറാപ്പിസ്റ്റിന്റെ റോള് വരുന്നത് അല്ലേ? അതെ. നമ്മളത് വെച്ചോണ്ട് ഇപ്പൊ ഒരു സംഭവം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റൊരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് മറ്റൊരാളത് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല ആക്ച്വലി, എന്റെ ഒരു അഭിപ്രായത്തിൽ. ആഹ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ കാര്യം ഫിക്സ് ചെയ്യുക, എന്നാലും നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അത് ഹാൻഡിൽ ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ. ഇൻസ്റ്റയില് ഒരു 2 റീല് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് പിള്ളേര് സംസാരിക്കുന്ന കാണുന്ന ഒരു സാധനമാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ്.
എപ്പോഴും ടോക്സിക് ഉം. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയും, പാരന്റ്സും ആയിട്ടുള്ളത്, എല്ലാവരും ആയിട്ടുള്ള. എന്താ ശരിക്കും ടോക്സിക് റിലേഷൻഷിപ്പ്? എങ്ങനെയാ, എന്തൊക്കെയാണ് നിങ്ങൾ അതില് ലിസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എനിക്ക് ഇപ്പം കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ ഒരു ഇതിലൊരു അൺബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആഹ് അതുപോലെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാത്ത റിലേഷൻഷിപ്സ്, അല്ലെ മനസ്സിലാക്കാത്ത രണ്ടുപേരെ പിടിച്ചിടുന്ന ഏതൊരു റിലേഷൻഷിപ്പും പിന്നീട് ടോക്സിക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കമ്പാറ്റബിൾ അല്ലാത്ത രണ്ടുപേരെ പിടിച്ചിട്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകും. പിന്നത് വേറെ ഇതാവും എന്നുള്ള രീതിയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു. പാരന്റിങ്ങിനെയും പാരന്റ്സിനെയും അപ്പൊ എങ്ങനെ കാണുന്നു? ഇന്ത്യൻ പാരന്റ്സ് ഓവറായിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യും, ഈ ബൗണ്ടറി ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ബോധവാന്മാരാണോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ അമ്മയായിട്ടാണ് ഞാൻ കൂടുതൽ ക്ലോസ്. അപ്പോ ലൈക്ക് അമ്മയും എന്റെ എടുക്കുവാണെങ്കിൽ രണ്ട് ഇൻകംപാറ്റബിൾ ആയിട്ടുള്ള മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഞാനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എനിക്കൊന്ന് ഒരിക്കലും ചേരാത്ത രണ്ട് മനുഷ്യർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോ അടി വഴക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് കാര്യത്തിലാ അത്? അങ്ങനെ ചോദിക്കുക, അങ്ങനെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്റെ ഒരു റിലേഷൻഷിപ്പിന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞല്ലോ, ഉം. അതല്ല അമ്മയുടെ കോൺസെപ്റ്റ്. അപ്പൊ അല്ല. അമ്മയ്ക്ക് വേറെ കാര്യങ്ങളായിരിക്കും അമ്മ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാത്തപ്പോ അമ്മ ഹേർട്ട് ആവും. പക്ഷെ എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരാൾ എന്നിൽ നിന്നൊരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുമ്പോ ക്ലാഷ് ആവും. കോമൺ ആയിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയാ വരുന്നത് അപ്പോ? അതെന്താ, ഫുഡാണോ? എന്താ നിങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റുകൾ എവിടെയാ? ഞങ്ങൾ രണ്ടുപേരും കറങ്ങാൻ പോകുന്നത്, അതുപോലെ വേറെ അത് കുറെ അമ്മ ഒപ്പീനിയൻസ് അമ്മ പൈസ സ്പെൻഡ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നുണ്ടായിരിക്കില്ലേ? ഷോപ്പിംഗ് അല്ലേ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈക്ക് കൂടെ പോവാൻ, ലൈക്ക് ഒന്നിച്ച് പോവാൻ. ഇപ്പം ഉം. അമ്മേന്റെ കൂട്ടത്തിൽ പോവാൻ എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് ഞങ്ങൾ രണ്ടും ഇങ്ങനെ ട്രാവൽ കൂട്ടാ. ബഡീസ് പോലെ അടിപൊളിയാ. അതുപോലെ വേറെ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും ഒരേ കാര്യം, റെയർലി അതൊക്കെ റെയർലി സംഭവിക്കാറുള്ളൂ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരേ കാര്യം ഒരേ സമയം ചിന്തിക്കും, ചില മനുഷ്യരെ പറ്റി, ചില സംഭവങ്ങൾ നടക്കുമ്പോ. അപ്പൊ അതൊക്കെ രസമാണ്. ഉം. അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഈ രാഷ്ട്രീയം ചിന്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ? ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യമായിട്ട്. തോന്നുന്നു ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായിരുന്നത്, അമ്മ എന്നെ അങ്ങനെ അമ്മയുടെ രാഷ്ട്രീയം അങ്ങനെ അടിച്ചേൽപ്പിക്കും അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പക്ഷെ അമ്മ എപ്പോഴും പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ എനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് പറഞ്ഞൊന്നും തരുന്നില്ലെങ്കിലും ഇതൊരു റുട്ടീൻലി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് കൊച്ചിലെ തന്നെ ഒരു ഇത് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. ഉം. ഇപ്പോ അങ്ങനെ പൊളിറ്റിക്സ് മാറി നിൽക്കേണ്ട ഒരു കാര്യമല്ല, നമുക്കും ഉം, ഇടപെടാവുന്ന കാര്യമാണെന്നുള്ള ഇത് തോന്നി എനിക്ക്. നമ്മളുടെയും കൂടെ വേൾഡ് ആണ് അത്, ഞാനൊക്കെ അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആളാണെന്നുള്ള തോന്നലാണ് വരുന്നത്. അത് നല്ല കാര്യം. ഉം. ഇപ്പൊ കൃത്യമായി ഉത്തരം ഉണ്ടാവണമെന്നില്ല, പറയണമെന്നില്ല. ഇപ്പൊ വിവാഹം അല്ലെങ്കിൽ ലിവിങ് ടുഗദർ, ഡേറ്റിംഗ്, ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കാണുന്നത്? വിവാഹമൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിലുണ്ടോ? ആഹ് ബാക്കിയുള്ളവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ആസ് എ വുമൺ, ആസ് എ ക്വിയർ പേഴ്സൺ, ഐ ഫീൽ ലൈക്ക് ലീഗലി മാരിഡ് ആവരുത്, എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഫോർ പീപ്പിൾ ലൈക്ക് അസ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ലീഗലി നിങ്ങൾ മാരി ചെയ്യരുതെന്നുള്ളത് നിങ്ങളുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. കാരണം മാരേജ് ലോസ് പലപ്പോഴും മോസ്റ്റ് കേസസിലും നിങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ബയസ്ഡ് ആണ്. ആൻഡ് അത് ഫിക്സ് ചെയ്യുന്നത് വരെ ഞാൻ ലീഗലി മാരിഡ് ആവത്തില്ല എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ഉം. ഇന്ത്യയിൽ ഇപ്പോഴും മാരിറ്റൽ റേപ്പ് ഒരു ക്രൈം അല്ല. അതുപോലെ എനിക്ക് മാരേജിനകത്തൊരു പ്രശ്നം, എന്റെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്തിനാണ് ഈ സ്റ്റേറ്റ് കൈ കടത്തുന്നത് എന്ന് എനിക്കൊരു സംഭവമുണ്ട്. ഞങ്ങൾ തമ്മിലുള്ളത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, നിങ്ങൾ അതിനകത്ത് ഇടവരണ്ട. ഇപ്പൊ എനിക്കൊരു ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ പോലും സ്റ്റേറ്റ് ആണ് പറയേണ്ടത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. എനിക്കറിയാം എന്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾ അതെന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ആ ഒരു സംഭവം, ലൈക്ക് നമ്മുടെ ഓട്ടോണമിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്യും. അപ്പൊ ലീഗലി മാരിഡ് ആവരുത് എന്നുള്ളത് എന്റെ ഒരു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് പോലെ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. മേ ബി ഒരു സിവിൽ വെഡിങ് ഇസ് ഫൈൻ, ശരിക്കും അതിന്റെ ആവശ്യമില്ല. പക്ഷെ വേണമെങ്കിൽ ഒരു സിവിൽ വെഡിങ്, പക്ഷെ ആസ് എ വുമൺ ഇഫ് യു ആർ ഗെറ്റിംഗ് മാരിഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു എന്നുള്ള ഒരു സംഭവമാണ് എനിക്ക്. 10 വർഷം കഴിയുമ്പോ ഇഷ എവിടെയായിരിക്കും നിൽക്കുന്നത്? ഇഷ ആരായിരിക്കും ഫ്യൂച്ചർ? ആഹ് എന്റെ പ്ലാൻസ് എന്ന് വെച്ചാല് ലോ ചെയ്യുക, പിന്നെ ലോ കൊണ്ട് ലൈക്ക് ബേസിക്കലി ആക്ടിവിസം ആണ് എന്റെ മനസ്സിൽ, അത് മെയിൻ ആയിട്ട് ചെയ്യുക എന്നുള്ളതാ.
സോ അങ്ങനെ ഏതെങ്കിലും സ്പേസസിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യരെ ആൻഡ് എനിക്ക് സഹായിക്കണം. തോന്നുന്നു ആൾക്കാരെ ലീഗലി ഹെൽപ്പ് ചെയ്യുന്ന മാത്രമല്ലാതെ ഐ വുഡ് ലൈക്ക് ടു മേക്ക് ലോസ്. ലൈക്ക് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മോറൽ ഡിലമാസിനെ പറ്റിയും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്ത് എത്തിക്സ് ഉപയോഗിക്കും അങ്ങനെയുള്ള ചിന്തിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ അങ്ങനെ മേ ബി ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കൊന്നൊരു ഐഡിയൽ വേൾഡിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ശരിക്കും ആക്ടിവിസത്തിന്റെ ആവശ്യമില്ലാതാവുന്ന ഒരു വേൾഡ് ആണല്ലോ ഐഡിയൽ വേൾഡിലേക്ക്. എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഇല്ല, ഹെൽപ്പ് വേണ്ട എന്നുള്ളൊരിത്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ 10 വർഷത്തിനുള്ളിൽ ആവും. ഇപ്പൊ ലോ മേക്ക് ചെയ്യുക, ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് ലോ പ്രൊഫഷണൽ ആയി നിന്നുകൊണ്ടാണോ പൊളിറ്റീഷ്യനായി നിന്നുകൊണ്ടാണോ ഇഷ സ്വപ്നം കാണുന്നത്? എനിക്ക് ആക്ച്വലി അത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമാണ്, പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ ആവാനാണോ ഇഷ്ടം എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമുണ്ട്. പക്ഷെ ഇപ്പൊ വലിയ പവർ ഇല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി, ഇഷയാണ് മുഖ്യമന്ത്രി എങ്കിൽ ഇഷയ്ക്ക് വലിയ പവർ ഉണ്ട്, ഡിസിഷൻ എടുക്കാം, നിയമങ്ങൾ ഉണ്ടാക്കാം, നിയമസഭയുണ്ട്, അവിടെ കാര്യങ്ങൾ പറയാം, ആളുകളിലേക്ക് ഡയറക്റ്റ് എത്താം. അത് വലിയ പവർ അല്ലേ? അത് ഡെഫിനറ്റ്ലി ഒരു വലിയ പവർ ആണ്. ഞാനത് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അതിന് കേപ്പബിൾ അല്ലെങ്കിൽ എന്റെ ഒരു തെറ്റായ ഡിസിഷൻ ഒരുപാട് മനുഷ്യരെ, നമ്മളൊരു നോർമൽ ജോലിനേക്കാൾ ഒരുപാട് മനുഷ്യരെ അഫക്ട് ചെയ്യും. സോ അതെനിക്കൊന്ന് കുറച്ച് നമ്മൾ ചിന്തിച്ച് തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമാണല്ലോ. അപ്പൊ ഒരു കൺക്ലൂഷൻ, ഒരു ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥി സംഘടനകളോട് ഇഷയ്ക്ക് എന്താ പറയാനുള്ളത്? SFI, KSU ഇത്തരം വിദ്യാർത്ഥി സംഘടനകളോട് അവരെങ്ങനെയാണ് നിങ്ങളുമായിട്ട് കണക്ട് ആവേണ്ടത്? സ്റ്റുഡൻസും വിദ്യാർത്ഥി സംഘടനകളും തമ്മിലുള്ള ഈ കണക്ഷൻ എങ്ങനെ പോയി, അതെങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? CJP പോലത്തെ പ്ലാറ്റ്ഫോം എങ്ങനെ അവർക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റും? ഞങ്ങള് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസസിൽ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞങ്ങൾ ഓക്യുപ്പൈ ചെയ്യുന്ന ഇപ്പം ഞങ്ങളൊരു പാർക്കിലാണെങ്കിൽ നിങ്ങൾ പാർക്കിൽ വരുന്ന ഒരുപാട് പേരുണ്ട് ജൻസീന്. ആ പാർക്കിൽ നിങ്ങൾ ഒരു അവയർനെസ് എന്തെങ്കിലും ക്രിയേറ്റ് ആയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ അത് നിങ്ങളുടെ ആ ഒരു സർക്കിൾ ഒതുങ്ങാത്ത രീതിയിൽ ചെയ്യുക. സോഹ്റാൻ മംദാനിയുടെ ക്യാമ്പയിൻ, സോഹ്റാൻ മംദാനി ആരായിരുന്നു? ആർക്കെങ്കിലും അറിയാമായിരുന്നോ? പക്ഷെ ആ ഒരു ക്യാമ്പയിൻ, ആ ഒരു PR അത്ര എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ജോർഡാൻ ന്യൂയോർക്കിൽ ജയിച്ചത്. സോ ഐ തിങ്ക് അങ്ങനെ ഒരു സംഭവം പിടിക്കണം. സോറാൻ ജൻസിയിലാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പുള്ളിയുടെ ക്യാമ്പയിൻ ഒരു ജൻസിയുടെ വൈബുള്ള സാധനമായിരുന്നു. അല്ല, പുള്ളി ജെൻസി ഒന്നും അല്ല. പക്ഷെ പുള്ളിയുടെ ക്യാമ്പയിൻ പുള്ളി നിങ്ങളിലേക്ക് എല്ലാം പ്രായമാണല്ലോ എത്തുന്ന പോലെ ആ കുറച്ച്. ടീമിൽ ഒരുപാട് ജെൻസി പിള്ളേരും എല്ലാം ഉണ്ടായിട്ട് ഇതിലൊരു പ്രായത്തിന്റെയോ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഇതില്ലാതെ വളരെ പ്ലാൻഡ് ആയിരുന്നു അത്. വളരെ നല്ല ക്യാമ്പയിനും നല്ല PR വർക്കും ആയിരുന്നു. അതിൽ എല്ലാത്തരം ആളുകളും ഉണ്ടായിരുന്നു. പിഷെ പോലുള്ള ആളുകൾ ഉണ്ടാവും, എന്റെ പോലുള്ള അത് ആളുകൾ ഉണ്ടാവും. ഇന്ത്യയിലുള്ള ജൻസീന് വരെ അത് ഇഷ്ടപ്പെട്ടു. ഇന്ത്യയിലുള്ള പല ഇഷ്ടപ്പെട്ടു. ജൻസി എനിക്കറിയാവുന്ന ഒരു ന്യൂയോർക്കിൽ മംതാനി ജയിക്കണേ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് വരെ ആ ക്യാമ്പയിൻ എത്തിയില്ലേ? എന്തൊക്കെയോ പറയുന്ന ഉം. കാര്യങ്ങൾ. അദ്ദേഹം പറയുന്ന എന്ത് കാര്യങ്ങളെ ഇംപ്രസ്ഡ് ആയി തോന്നിയിട്ട് എന്താണ് നിങ്ങളിലേക്ക് എത്തുന്ന ആ സാധനം? എന്തായിരുന്നു? എന്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചതാ? ഒന്നാമത് പുള്ളിന്റെ മെയിൻ സംഭവം അഫോർഡബിലിറ്റി ആയിരുന്നല്ലോ. അഫോർഡബിലിറ്റി, അതുപോലെ ടാക്സ് ദ റിച്ച് എന്നുള്ളൊരു സംഭവം. ഞാൻ പേഴ്സണലി അതിനെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയിലേക്ക് ആ കാര്യമായി കിടന്ന മാൻഷൻസിനെ ടാക്സ് ചെയ്ത് തന്നെ അവിടുത്തെ ഇതും കണ്ട് തീർത്തു. അപ്പോ എനിക്ക് അതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ നമ്മളുടെ പല ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും ജൻസിയുടെ മൊത്തത്തിൽ സൊസൈറ്റി അനുഭവിക്കുന്ന പല കാര്യങ്ങളും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ടാക്സ് ചെയ്ത് ആ പൈസ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ കോർപ്പറേറ്റ്സിനെ ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കാമെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അത്ര ഈസിയാണോ കോർപ്പറേറ്റുകളെയൊക്കെ ഒതുക്കി ഒരു സൈഡിലേക്ക് ആക്കുന്നതൊക്കെ? അപ്പൊ ഈസിയല്ല. അവരല്ലേ പൈസ കൊടുക്കുന്നേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള പൈസ. സോറാൻ മംദാനിക്ക് ക്യാമ്പയിൻ നടത്താനുള്ള പൈസ കൊടുക്കുന്നില്ലേ? ആ അതുപോലെ മംദാനിന്റെ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പുള്ളിന്റെ ലിമിറ്റിലേക്ക്. പുള്ളിക്ക് എനിക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എത്തിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി എനിക്ക് ഡൊണേറ്റ് ചെയ്യണ്ടാന്ന്. അത് യൂഷ്വലി ഒരു പൊളിറ്റീഷ്യനും പറയുന്ന ഒരു സാധനമല്ലല്ലോ. അതിപ്പോ ഒരു ക്രെഡിബിലിറ്റി കൂട്ടുന്ന പോലെ ഒരു സംഭവം. അപ്പൊ ആൾക്കാർ പറയും ഇത് കണ്ടോ അവൻ ആവശ്യത്തിനുള്ളത് എടുക്കുന്നുള്ളൂ, അവനപ്പൊ കൈയിട്ട് വാരാത്തവനാ എന്നൊരു ഇത് വരും. അപ്പൊ അതുപോലെ ഇതിനുമായിട്ട് കണക്ട് ചെയ്ത ഒരൊറ്റ ചോദ്യം, ചാണ്ടി ഉമ്മൻ ഇപ്രാവശ്യം ഫ്ലെക്സ് ഇല്ലാതെയാണ് ഇത് നടത്തിയത്, സൈക്കിളിലൊക്കെ ഓടി നടക്കുന്നുണ്ട്. അത് ഇംപ്രസീവ് ആയിരുന്നോ? അത് ഒട്ടും ഇംപ്രസീവ് അല്ലായിരുന്നു. എന്ത് കാരണം കാര്യം കൊണ്ട്? ചാണ്ടി ഉമ്മന് ഫ്ലെക്സ് വേണ്ടാത്തത് ചാണ്ടി ഉമ്മന്റെ അച്ഛൻ ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. സൈക്കിളിൽ പോകുന്ന സൈക്കിളിലൊക്കെ പോകുന്നത്
അത് സൈക്കിള് പോയതുകൊണ്ടല്ലല്ലോ ചാണ്ടിയമ്മൻ ജയിച്ചത്. അത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് സൈക്കിളിൽ പോയ ഉടനെ അവൻ ഇലക്ഷൻ ജയിക്കും. അത് ഉമ്മൻചാണ്ടിയുടെ മോനായത് കൊണ്ടാണ്. നമ്മൾ ആഘോഷിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മോൻ സൈക്കിളിൽ പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു പാവപ്പെട്ടവൻ വണ്ടി ആ വാങ്ങാൻ നിവൃത്തിയില്ലാത്തവൻ സൈക്കിളിൽ പോയാൽ അത് ആഘോഷിക്കപ്പെടില്ല. വണ്ടി ഉപേക്ഷിക്കുമ്പോഴാണ് അത് പ്രിവിലേജ് ആയി ഉം മാറുന്നത് അല്ലേ? ഉം. ഉം അതൊരു പ്രിവിലേജ് അല്ലേ? ലൈക്ക് എനിക്കൊന്ന് ഇപ്പൊ ഈ വിശക്കുന്നവൻ എങ്ങനെ ഈ നിരാഹാരം ഇരിക്കുന്ന ചോദിക്കുന്ന പോലെ. കറക്റ്റ്. അതെ, നല്ല എല്ലാ ഫുഡും ഉള്ള ആള് അത് ത്യജിക്കുമ്പോൾ മാത്രമേ നമ്മളത് ത്യാഗമായിട്ട് കണക്കാക്കൂ. പട്ടിണി കിടക്കുന്നവൻ നിരാഹാരം ഇരിക്കുകയും പട്ടിണി കിടന്നാലൊന്നും അത് ആഘോഷിക്കപ്പെടുന്നില്ല. ശരിയാ പറഞ്ഞത്, കറക്റ്റാ. അപ്പൊ നമ്മള് അവർക്ക് ചോയ്സിന്റെ വില അറിയാം. അതെ, ചോയ്സ്. ഒരാള് ഉള്ള സാധനം ബൈ ചോയ്സ് വിടുന്നത് കൊണ്ടാണല്ലോ ത്യാഗമാകുന്നത്. അപ്പൊ ചോയ്സിന്റെ വില അറിയാം. പക്ഷെ ആ ആ ചോയ്സ് ലൈക്ക് സ്ത്രീകൾക്കില്ലാതെ സ്ത്രീകളുടെ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിൽ വരുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ അവർക്ക് ചോയ്സ് കൊടുക്കാതെയും അവർക്ക് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സംഭവത്തിന് അവർ സാക്രിഫൈസ് ആയിട്ട് കാണിക്കും, ബിക്കോസ് അത് അവരെ ബെനിഫിറ്റ് ചെയ്യുന്നത് കൊണ്ട്. നമ്മള് സ്റ്റുഡൻസ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വന്നാൽ അവര് കണക്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴേ ഇടയ്ക്ക് മമതാനി കയറി വന്നേ. അത് സംസാരിച്ച് കംപ്ലീറ്റ് ആ ചെയ്യാം. ആ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ. മമതാനി, പിന്നെ മമതാനിയുടെ ക്യാമ്പയിൻ എത്ര പെട്ടെന്നാണ് എല്ലാവരിലേക്കും എത്തിയത് എന്നാണ് ഇഷ പറഞ്ഞത്. ഇവരുടെ എത്തുന്നില്ല സ്റ്റുഡൻസ് SFIയും KSയും ഒക്കെ അവിടെ നിന്നാണ് മമതാനി വന്നത്. അപ്പൊ മമതാനിയുടെ ക്യാമ്പയിനും PR എത്ര വിജയകരമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലത്തെ വഴികൾ നോക്കണം. അതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ. ആൻഡ് ഓൾസോ നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മനുഷ്യർക്ക്. നിങ്ങളെ എവിടെ കിട്ടും, നിങ്ങളെ എവിടാണ് നിങ്ങളുടെ അടുത്തോട്ട് വരേണ്ടത്. ഇവർക്കൊരു DM ചെയ്താൽ ഇവര് റിപ്ലൈ ഒന്നും തരത്തില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവര് ചുമ്മാ ഒരു അവയർനെസ് പരിപാടി എന്ന് വെച്ചാൽ ആരും വരത്തില്ല. പക്ഷെ അതേസമയം മേ ബി ഒരു ക്ലേ വർക്ക്ഷോപ്പ്, അപ്പൊ എല്ലാരും വരും. ആ ക്ലേ വർക്ക്ഷോപ്പിനിടയിൽ നമ്മൾ പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ പതുക്കെ ഷെയർ ചെയ്യുന്നു, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കുന്നു. എനിക്കത് പൊളിറ്റിക്കൽ ഡിസ്കഷന് മാത്രം ഇവരൊരു സ്പേസ് ഉണ്ടാക്കുവാണെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ ലൈക്ക് ക്രിയേറ്റീവ്ലി നമ്മൾ ചിന്തിച്ച ഓരോ സ്പേസസ് നമ്മുടെ ഇതറിയിക്കുക. ഇഷ, ഭയങ്കര നല്ല കോൺവെർസേഷൻ ആയിരുന്നു. ഇപ്പോൾ ആളുകൾ എപ്പോഴും ജെൻസിയെ പറ്റി ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷനെ നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാം, നിങ്ങളിൽ എത്ര പേര് ഇത്ര ക്ലാരിറ്റിയോട് കൂടി രാഷ്ട്രീയം പറയുന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കണം. ജെൻസിനെ കുറ്റം പറയാൻ തോന്നുമ്പോൾ ഇഷയുടെ വീഡിയോ എടുത്ത് കാണുക. അപ്പൊ ജെൻസിയിൽ നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഭയങ്കര. ഇഷ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണോ, അതോ ഇഷ ഡിഫറെന്റ് ആണോ? ഇഷ തന്നെയാണോ ഇവരുടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്ന് ഇഷയ്ക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയാണോ കുട്ടികൾ? ഇല്ല ഇല്ല, കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ CJPക്ക് പല പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ വരുന്നത് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര വിസിബിലിറ്റി കിട്ടുന്നത്. ഞാൻ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. ഞങ്ങൾ അല്ലാതെ വേറെ ഉണ്ട്. ഞങ്ങൾ അവരോടെല്ലാം കണക്ട് ചെയ്യാനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവരുടെ ഇതില് ലീഡ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് മേജ് ആവാം, നമുക്ക് ഒരെണ്ണം ആകാം എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒഫീഷ്യലി ഞങ്ങളാണ് CJP എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ CJP എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ഫൗണ്ടർ പോലും അങ്ങനെ ഒരു സംഭവം ഇതാക്കിയിട്ടില്ല. ഞങ്ങള് തന്നെ ഒരു ഇതായതാണ്. സോ നമ്മളൊരു കോക്രോച്ച് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫേസ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ കോക്രോച്ച് കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കോക്രോച്ചുകളും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. കാരണം നിങ്ങളെ ഒരു പ്രത്യയശാസ്ത്രം നയിക്കുന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബൈലോയോ റൂൾസോ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ മീഡിയ കൊണ്ട് സംസാരിക്കുന്ന ഓരോരുത്തരും വളരെ റെസ്പോൺസിബിൾ ആണ്. എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തില് റെസ്പോൺസിബിലിറ്റി ഭയങ്കര വലുതല്ലേ? അതെ, ഭയങ്കര വലുതാണ്. എസ്പെഷ്യലി ഇത് ഏത് ഡയറക്ഷനിൽ വേണേലും പോവാം. നമുക്ക് അങ്ങനെ ഒരു ഐഡിയോളജി ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നേപ്പാളിലൊക്കെ നടന്ന പോലത്തെ ഒരു കലാപമൊന്നും നിങ്ങൾ ചെയ്യില്ല എന്ന് ഇഷ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? കാരണം ഇന്ത്യയിലെ ജൻസി അങ്ങനെ ഒരു സംഭവത്തിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവരുടെ നേച്ചർ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മേ ബി ആ ലഡാക്കിലൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇന്ത്യൻ ജനതയുടെ എനിക്കൊന്ന് ഈ നിലവിലത്തെ ഇനി ഫ്യൂച്ചറിൽ എനിക്ക് അറിഞ്ഞൂടാ. CJP എന്തായാലും അങ്ങനെ ഒരു സംഭവത്തിലോട്ട് മാറത്തില്ലെന്ന് എനിക്കറിയാം. നമുക്ക് CJP ഒരു ഓൺലൈൻ മൂവ്മെന്റ് ആണ്. പക്ഷെ ജൻസി നിലവിലെ ഇതിൽ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുക എന്നുള്ളതൊക്കെ ഇന്ത്യൻ ജൻസീഡിനെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. അതെന്തോ വലിയൊരു സംഭവമാണ് അവർ വിചാരിക്കുന്നത്. ലൈക്ക് പ്രതിഷേധിക്കുകയാണ് എന്നൊരു സംഭവമൊന്നുമില്ല. അപ്പൊ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു ഇത് വരുമെന്ന്.
ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് അതുപോലെ തന്നെ നിൽക്കുക അല്ലേ? അത് നല്ലൊരു സ്പേസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം, ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റില്ലേ? ആൻഡ് ഇപ്പം എനിക്കറിയാവുന്ന പല പ്രൊട്ടസ്റ്റിന് ഇറങ്ങുമായിരിക്കും, പക്ഷെ ആ പ്രൊട്ടസ്റ്റ് വേറെ ആരെങ്കിലും തുടങ്ങിയാലേ അവർ ഇറങ്ങത്തുള്ളൂ. അവരൊരിക്കലും ആ തുടങ്ങുന്ന ആൾക്കാരാവില്ല. ഉം. പക്ഷെ നേപ്പാളിലൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും അവർ ഇനിഷ്യേറ്റീവ് എടുക്കാൻ റെഡി ആയിരുന്നു. ഉം. ഉം. നമ്മുടെ ഇവിടെ അങ്ങനെ നിങ്ങൾ ഫ്രണ്ടിൽ പോ, ഞങ്ങൾ പുറകെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു സംഭവം. ഉം. വെയിൽ കൊള്ളാനൊന്നും അധികം വയ്യ, വേർപ്പിന്റെ ഒക്കെ അസുഖമുള്ളവരാണ് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം ഇങ്ങനെയൊക്കെ ആക്റ്റീവ്. അപ്പൊ താങ്ക് യു ഇഷ. താങ്ക് യു.